ഓക്കെ ഓക്കെ. ഗുഡ് ഈവനിങ് എവരി വൺ. Good എല്ലാവർക്കും സുഖമെന്ന് കരുതുന്നു. ഇന്ന് നമ്മൾ ട്രെയിനേഴ്സ് ടോക്കിലാണ്, വിംബിൾ അക്കാഡമി സംഘടിപ്പിക്കുന്ന ട്രെയിനേഴ്സ് ടോക്കിലാണ് നമ്മൾ ഏവരും ഒത്തുചേർന്നിരിക്കുന്നത്. ഇന്നത്തെ സെഷൻ 142ാമത്തെ സെഷനാണ് ഇവിടെ നടക്കാൻ പോകുന്നത്. ഇന്നത്തെ നമ്മുടെ ടോപ്പിക്കിന് മുൻപ് ഞാൻ ആദ്യം എന്നെ പരിചയപ്പെടുത്താം. എൻ്റെ പേര് സീന ഷിനോജ്. കോഴിക്കോട് ജില്ലയിൽ മുക്കത്താണ് എൻ്റെ സ്വദേശം. ഞാൻ കൗൺസിലിംഗ് സൈക്കോളജിസ്റ്റ് ആണ്, ടീച്ചറാണ്. അതോടൊപ്പം തന്നെ സ്റ്റുഡന്റ് പാരന്റ് എംപവർമെന്റ് കോച്ചാണ്. കൂടാതെ നമ്മുടെ വിംബിൾ അക്കാഡമിയുടെ 22ാമത്തെ ബാച്ചിലെ സ്റ്റുഡന്റ് കൂടിയാണ്. ഈ ഒരു ബാച്ചിൽ എത്തിയപ്പോഴാണ്, അല്ലെ വിംബിളിന്റെ കൂടെ കൂടിയപ്പോഴാണ് എനിക്ക് ശരിക്കും തിരിച്ചറിയാൻ കഴിഞ്ഞത്. അതിന് വിംബിൾ അക്കാഡമിയുടെ ഡയറക്ടറായ ഫൈസൽ സാറിനോടും അതിൻ്റെയൊക്കെ കോർഡിനേറ്ററായ അർച്ചന മാമിനോടും തീരാത്ത നന്ദിയുണ്ട്. അതോടൊപ്പം തന്നെ ഈ ഒരു ട്രെയിനിങ് മേഖലയിലേക്ക് ആർക്കൊക്കെ താല്പര്യമുണ്ടോ അവരൊക്കെ ഈ ഒരു മേഖലയിലേക്ക് കടന്നു വരുമ്പോൾ നല്ലൊരു ട്രെയിനിങ് കിട്ടുക എന്നുള്ളതാണ് ഏറ്റവും പ്രധാനം. അതിന് നമുക്ക് ഏറ്റവും യോജിച്ച ഒരു സ്ഥാപനമാണ് വിംബിൾ അക്കാഡമി. കൂടുതൽ പറയുന്നില്ല, ഇനി നമ്മുടെ ഇന്നത്തെ സെഷനിലേക്ക് കടക്കാം. ഇന്ന് നമുക്ക് ലഭിച്ചിട്ടുള്ള നമ്മുടെ ട്രെയിനർ അനസാറാണ്. 21 ബാച്ചിലെ അനസാറാണ്. അനസാർ ഇന്ന് സൗദി അറേബ്യയില് കോസ്മെറ്റിക് മെഡിക്കൽ ഫാക്ടറിയിൽ മാനേജറായിട്ട് ജോലി ചെയ്യുന്നു. അതോടൊപ്പം തന്നെ സൈക്കോളജി ഒരു പാഷനായി കൊണ്ട് നടക്കുന്ന വ്യക്തിയാണ്. അതോടൊപ്പം ലൈഫ് സ്കിൽ ട്രെയിനറാണ്, പബ്ലിക് സ്പീക്കറാണ്. ഈ മേഖലയിൽ എന്തൊക്കെ നമുക്ക് ചെയ്യാൻ പറ്റും അതിനെക്കുറിച്ചുള്ള കൂടുതൽ കാര്യങ്ങളും അതോടൊപ്പം തന്നെ ഒരുപാട് ഓഫ്ലൈൻ വെബിനാറുകൾ, ഓൺലൈൻ വെബിനാറുകൾ കണ്ടക്ട് ചെയ്യുന്ന സാറാണ്. ഇന്ന് നമുക്ക് തീർത്തും നല്ലൊരു ഭാഗ്യം തന്നെ എന്ന് പറയാം. ഇന്നത്തെ സെഷനിൽ നമുക്ക് കിട്ടിയ ഈ വ്യക്തിയെ, അദ്ദേഹത്തെ ഞാൻ ആദ്യം തന്നെ ഈ ഒരു പ്രോഗ്രാമിലേക്ക് ഇൻവൈറ്റ് ചെയ്യുന്നു. അതോടൊപ്പം നമ്മുടെ ഏറ്റവും പ്രത്യേകത എന്ന് പറയുന്നത് ഇന്നത്തെ ടോപ്പിക്കാണ് മൈൻഡ് സെറ്റ് മിറർ. അതായത് നമ്മളുടെ മിററിന് ഒരു പ്രത്യേകതയുണ്ട്, നമുക്ക് ഏവർക്കും അറിയാം. നമ്മൾ എന്താണോ ആരാണോ നോക്കുന്നത് അത് അതുപോലെ തിരിച്ചു തരും. അതുപോലെ തന്നെയാണ് നമ്മുടെ ചിന്തകൾ. നമ്മൾ നല്ല ചിന്തകളാണെങ്കിൽ ആ നല്ല റിസൾട്ട് തന്നെയാണ് നമുക്ക് മിററിലൂടെ കിട്ടുന്നത്. എന്നാൽ നമ്മൾ പ്രശ്നങ്ങളിലേക്കാണ് നോക്കുന്നതെങ്കിൽ ഫുള്ള് നമുക്ക് എന്താണ് പലതരം ബ്ലോക്കുകൾ, പലതരം പ്രോബ്ലംസുകളാണ് നമുക്ക് കാണാൻ കഴിയുക. അതിനെക്കുറിച്ച് സാറ് വളരെ എങ്ങനെയാണ് നമ്മുടെ മൈൻഡ് സെറ്റ്, ഏത് രീതിയിലായിരിക്കണം നമ്മൾ മിററിനെ നോക്കേണ്ടത്, നമ്മുടെ ചിന്താഗതിയെ എങ്ങനെയൊക്കെ നമുക്ക് മാറ്റിയെടുക്കാം, അത് സൊല്യൂഷൻ ഫോക്കസ്ഡ് അപ്രോച്ചിലൂടെ നമുക്ക് ഇതെങ്ങനെ നല്ല രീതിയിലേക്ക് കൊണ്ടുവരാം എന്നുള്ള ഒരുപാട് കാര്യങ്ങൾ സാറ് നിങ്ങൾക്ക് വേണ്ടി നമുക്ക് വേണ്ടി വിശദീകരിക്കുന്നതാണ്. അതിന് സാറിനെ ഞാൻ ആദ്യം തന്നെ വളരെ സന്തോഷത്തോടു കൂടി സ്വാഗതം ചെയ്യുന്നു. അതോടൊപ്പം ഫൈസൽ സാറിനെ സ്വാഗതം ചെയ്യുന്നു. കൂടാതെ ഇന്നത്തെ നമ്മുടെ സെഷനിൽ പങ്കെടുക്കാനെത്തിയ എല്ലാവരെയും സഹർഷം സ്വാഗതം ചെയ്യുന്നു. താങ്ക് യു വെരി മച്ച്. Hello. Good evening. Good evening, everyone. Good evening, sir. താങ്ക് യു സീന മാം. വളരെ നല്ലൊരു ഇൻട്രോ നൽകി ഈ ഒരു സെഷന് ഒന്നും കൂടെ ഒന്ന് എനർജറ്റിക് ആക്കി ചെയ്തതിന് താങ്ക് യു ചന്ദ്ര മാം. ഗുഡ് ഈവനിങ് സ്പെഷ്യൽ ആയിട്ട് പറഞ്ഞു. വേറെ ആർക്കും ഗുഡ് ഈവനിങ് ഇല്ലേ? വേറെ ആരുടെയും ഗുഡ് ഈവനിങ് ഒന്നും കേൾക്കുന്നില്ലല്ലോ. ചാറ്റ് വഴിയും പറയാട്ടോ വേറെ ആരെങ്കിലും ബിസി ആണെങ്കിൽ. ഗുഡ് ഈവനിങ് സർ. ഗുഡ് ഈവനിങ് എല്ലാവരും ഉണ്ടല്ലോ. റബി മാം താങ്ക് യു. ഗുഡ് ഈവനിങ് സർ. ഗുഡ് ഈവനിങ് ഫൗസിയ മാം. ഗുഡ് ഈവനിങ്. അപ്പൊ നമുക്ക് ഇന്നത്തെ ഒരു സ്പെഷ്യൽ ടോപ്പിക് ആയിട്ടാണ് വന്നത്. നമ്മൾ ഒരുപാട് പേര് കേട്ടിട്ടുണ്ട് അല്ലേ? താങ്ക് യു. ഗുഡ് ഈവനിങ്. ഗുഡ് ഈവനിങ്. വിവോ എന്ന് പറഞ്ഞു പേരോടൊന്ന് പറയാവോ? വിവോ ഫോണിനകത്ത് വിവോ പേരെന്ന് പറയാവോ? ടൈപ്പ് ചെയ്താൽ മതി, കുഴപ്പമില്ല. ബിസിയാണ്. ഷിജി. ഓക്കെ, താങ്ക് യു ഷിജി മാം. ഒരു ഈ പേരെടുത്ത് പറയുമ്പോഴത്തേക്ക് എനിക്ക് വിവോ എന്നുള്ളൊരു പേരെടുത്ത് പറയാനുള്ള ഒരു ബുദ്ധിമുട്ടുള്ളത് കൊണ്ടാണ് കേട്ടോ. താങ്ക് യു. അപ്പം ഗുഡ് ഈവനിങ് പറഞ്ഞവർക്കും പറയാത്തവർക്കും ഇനി പറയാൻ ഉദ്ദേശിക്കുന്നവർക്കും എല്ലാവർക്കും സ്പെഷ്യൽ താങ്ക്സ്. അപ്പം നമ്മുടെ ടോപ്പിക്ക് മൈൻഡ് സെറ്റ് മിറർ. ഇന്ന് ഇപ്പോൾ ഒരു കറക്റ്റ് നമ്മൾ പറയുകയാണെങ്കിൽ 7 മണിയല്ലേ, നാട്ടിൽ 7 മണിക്കാണ് ഈ ഒരു വെബിനാർ നേരത്തെ പോസ്റ്റർ വഴി നമ്മൾ ഇറക്കിയിട്ടുള്ളത്. എല്ലാവർക്കും അറിയാം 7 മണിക്കാണ് ഇന്നത്തെ വെബിനാർ നടക്കുന്നതെന്ന്. ഇന്ന് അറ്റൻഡ് ചെയ്തവർക്ക് എല്ലാവർക്കും അറിയാം. പക്ഷെ 7 മണിക്ക് വെബിനാർ സ്റ്റാർട്ട് ചെയ്ത സമയത്ത് നമ്മൾ കുറച്ച് കോൺവെർസേഷൻസ് ഞാനും ഫൈസൽ സാറും അതുപോലെ തന്നെ സീന മാമായിട്ടൊക്കെ ഇവിടെ ജസ്റ്റ് ഒന്ന് കുറച്ച് കോൺവെർസേഷൻസ് ഒക്കെ നടന്നായിരുന്നു. നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ? എന്തായിരുന്നു അത്? ടെക്നിക്കൽ ഇഷ്യൂസ് ആണോ?
ടെക്നിക്കൽ ഇഷ്യൂസ് അല്ലേ? ആ ഒരു ടെക്നിക്കൽ ഇഷ്യൂസ് വന്നിട്ട് സീന മാമിന് ഇൻട്രോ പറയാൻ സാധിക്കുന്നില്ല, എനിക്ക് എൻ്റെ ക്യാമറയുടെ വീഡിയോ ഓപ്പൺ ആക്കാൻ സാധിക്കുന്നില്ല, ഭയങ്കര രീതിയിൽ ഒരു ബുദ്ധിമുട്ട് ഫേസ് ചെയ്തു. കറക്റ്റായിട്ട് ഒരു 2-3 മിനിറ്റ് ലേറ്റ് ആയിട്ടായിരിക്കും സാധാരണ ദിവസങ്ങളിലൊക്കെ ക്ലാസ് നടക്കാറുള്ളത്. പക്ഷെ ഇന്ന് 5 മിനിറ്റ് കഴിഞ്ഞിട്ട് നടക്കുന്നില്ല, 7 മിനിറ്റായി നടക്കുന്നില്ല, 8 മിനിറ്റായി നടക്കുന്നില്ല. അപ്പൊ ഇന്ന് ഒരു സീന മാം ഇൻട്രോ പറയാൻ സാധിക്കുമോ, എനിക്ക് വീഡിയോ ഓപ്പൺ ആക്കി വെച്ചിട്ട് ക്ലാസ് എടുക്കാൻ സാധിക്കുമോ എന്ന് നിങ്ങൾ ആരെങ്കിലും ഒരു സംശയം നിങ്ങൾക്കുള്ളിൽ തോന്നിയിട്ടുണ്ടോ? തോന്നിയിട്ടുണ്ടോ? യെസ്. ഓപ്പൺ ആയിട്ട് പറഞ്ഞോളൂ, ഇല്ലെങ്കിൽ ഇല്ല എന്ന് പറയാം, ഉണ്ടെങ്കിൽ ഉണ്ടെന്ന് പറയാം. Yes, sir. തോന്നിയിട്ടുണ്ട് അല്ലേ? അപ്പം ആ ഒരു പ്രോബ്ലംസ് നമുക്ക് മുന്നിലേക്ക് വന്നപ്പോൾ, ഇപ്പൊ തന്നെ ജസ്റ്റ് വന്നപ്പോഴത്തേക്കും അത് ഏത് രീതിയിലാണ് സീന മാമും ഫൈസൽ സാറും ഞാനും നിങ്ങൾ ഓരോരുത്തരും അതിനെ അപ്രോച്ച് ചെയ്ത രീതി, അതൊരു മൈൻഡ് സെറ്റിന്റെ ഒരു ഒരു ജസ്റ്റ് നമുക്ക് ആ ഒരു മൈൻഡ് സെറ്റിനെ പോലും നമുക്ക് ഇപ്പോൾ ഒരു എക്സാമ്പിൾ ആയിട്ട് എടുക്കാം. സ്വാഭാവികമായിട്ട് നമ്മളെല്ലാം പല മേഖലകളിൽ വർക്ക് ചെയ്യുന്നവരായിരിക്കും അല്ലേ? ചിലപ്പോൾ പല മേഖലകളിൽ വർക്ക് ചെയ്യുന്ന പോലെ പല ഫീൽഡിൽ ജീവിക്കുന്നവരൊക്കെ ആയിരിക്കും നമ്മൾ. നമ്മളുടെ ലൈഫിൽ നമ്മൾ മുന്നോട്ട് പൊയ്ക്കൊണ്ടിരിക്കുമ്പം നമ്മുടെ ലൈഫിൽ എന്തെങ്കിലും ഒരു പ്രോബ്ലംസ് ഒക്കെ വരും. ആ ഒരു വരുന്ന പ്രോബ്ലംസിനെ നമ്മൾ ഏത് രീതിയിലാണ് അപ്രോച്ച് ചെയ്യുന്നത് എന്നതിനനുസരിച്ചിരിക്കും നമുക്ക് പിന്നീട് ഉണ്ടാകുന്ന റിസൾട്ട്. എല്ലാവർക്കും നമുക്ക് അറിയാവുന്ന കാര്യമാണ്. പൊതുവെ ഈ ഒരു വെബിനാറിൽ ഇന്ന് അറ്റൻഡ് ചെയ്തിട്ടുള്ള കുറച്ച് ആൾക്കാരേ ഉള്ളൂ അല്ലേ? അപ്പൊ ഇത്ര ആൾക്കാരുടെ ഏത് മേഖലയിലാണ് നിങ്ങളിപ്പോൾ വർക്ക് ചെയ്യുന്നത് എന്ന് ജസ്റ്റ് ഒന്ന് മെസ്സേജിലൂടെ ഒന്ന് ടൈപ്പ് ചെയ്യാവോ? അല്ലെ, മെസ്സേജിലൂടെ ടൈപ്പ് ചെയ്യാൻ ബുദ്ധിമുട്ടുള്ളവർക്ക് വോയിസ് ആയിട്ടും പറയാം. ഇന്ന മേഖലയിലാണ് ഞാൻ വർക്ക് ചെയ്യുന്നത്, അല്ലെ ഞാൻ വർക്ക് ചെയ്ത് വന്നിരുന്നത് ഈ ഒരു മേഖലയിലായിരുന്നു, അങ്ങനെ വേണമെങ്കിലും പറയാം. ഗുഡ് ഈവനിങ് സർ. ഗുഡ് ഈവനിങ്. ആ, എന്തുണ്ട്, സുഖാണോ? എന്തുണ്ട്? സുഖമായിട്ടിരിക്കുന്നു സർ. ഞാൻ ആക്ച്വലി അറിഞ്ഞില്ല, ഇപ്പം ഒരു 2-3 മിനിറ്റ് ആയിട്ടേ ഉള്ളൂ ജോയിൻ ചെയ്തിട്ട്. ഇത്രയും ടെക്നിക്കൽ ഇഷ്യൂ നടന്ന കാര്യം ഇപ്പോഴാണ് അറിയുന്നത്. ആ എങ്കിലും അങ്ങനെ ഒരു ഇഷ്യൂ ഉണ്ടായിരുന്നു. ഓക്കെ, എന്നാലും അത് ക്ലിയർ ആയി. താങ്ക് യു. ഓക്കെ, ഓക്കെ, വേണു സാറ് സന്തോഷം. ഫിസിഷ്യൻ ആയിരുന്നു എന്ന് പറയുന്നു. അതേപോലെ തന്നെ ഗീത മാം സൈക്കോളജിസ്റ്റ് ആണ് ആൻഡ് എഡ്യൂക്കേഷണൽ തെറാപ്പിസ്റ്റ് ആണെന്ന് പറയുന്നു. ഓക്കെ, താങ്ക് യു. സമീർ ലോജിസ്റ്റിക്സ് കൺസ്ട്രക്ഷൻ മേഖല. ഫീൽഡ് ആണെന്ന് പറയുന്നു. ഓക്കെ, സിവിൽ എഞ്ചിനീയറും കൂടാണ്. വേറെ മറ്റുള്ളവര് ഇൻ കേസ് ലോജിസ്റ്റിക്സ് ഉണ്ട്. ഏതെങ്കിലും ലോജിസ്റ്റിക്, ഓക്കെ ഓക്കെ, ലോജിസ്റ്റിക് ഉണ്ട്. ലോജിസ്റ്റിക്സ് ടീച്ചറാണ്, മേഖലയിൽ വർക്ക് ചെയ്യുന്നു. ലാംഗ്വേജ് ട്രെയിനറാണ്. ഓക്കെ, ടീച്ചറാണ്, റെഗുലർ ലാംഗ്വേജ് ട്രെയിനറും ട്രെയിനറാണ്. ടീച്ചറുമാണ്. ഓക്കെ, റാബി മാം ടീച്ചറാണെന്ന് പറഞ്ഞു. ഓക്കെ, ഇനി ഏതെങ്കിലും മേഖലകളിൽ വർക്ക് ചെയ്യുന്ന ആരെങ്കിലും ഉണ്ടോ ഈ കൂട്ടത്തില്? ഞാൻ റിയൽ എസ്റ്റേറ്റിലാണ് വർക്ക് ചെയ്യുന്നത്. ആ, ഹംസ. ഹംസക്ക റിയൽ എസ്റ്റേറ്റ് മേഖലയിലെ അല്ലേ? എനിക്ക് ഓർമ്മയുണ്ട്, കഴിഞ്ഞ വെബിനാറിലെ കാറിൽ യാത്ര ചെയ്ത സമയത്തായിരുന്നു അറ്റൻഡ് ചെയ്തിട്ടുള്ളത്. ഇപ്പൊ സൈക്കോളജിസ്റ്റ് ആണ്, മിനിമം സൈക്കോളജിസ്റ്റ് ആണ്, ടീച്ചറാണെന്ന് പറയുന്നു. അപ്പം നമ്മൾ പല മേഖലകൾ, ഇപ്പൊ സൈക്കോളജിസ്റ്റ് മേഖലയിൽ, അല്ലെന്നുണ്ടെങ്കിൽ ടീച്ചിങ് മേഖലകളിൽ, അല്ലെങ്കിൽ ലോജിസ്റ്റിക് മേഖലകളിൽ, പിന്നെ ഫിസിഷ്യൻ ആ ഒരു കാറ്റഗറി മേഖലയിൽ വർക്ക് ചെയ്തു വന്നു. അതേപോലെ ഈ പറഞ്ഞ റിയൽ എസ്റ്റേറ്റ് മേഖലകളിൽ, അങ്ങനെ പല മേഖലകളിൽ വർക്ക് ചെയ്തു വരുന്നവരാണ്. അപ്പൊ നമ്മൾ നമ്മുടെ ലൈഫിൽ പല രീതിയിലുള്ള പ്രോബ്ലംസ് നമ്മൾ നേരിടത്തില്ലേ? ഈ കൂട്ടത്തിൽ ഒരു രീതിയിലുള്ള പ്രോബ്ലംസ് നേരിടാത്ത ആരെങ്കിലും ഉണ്ടോ ലൈഫിൽ? യെസ് ഓർ നോ? ഉണ്ടോ ഇല്ലയോ? ആർക്കും നേരിടേണ്ടി വന്നിട്ടില്ല? നോ. ഓക്കെ, താങ്ക് യു മെനി മാം. അപ്പം ആ ഒരു മേഖലകളിൽ നമ്മൾ മുന്നോട്ട് പൊയ്ക്കൊണ്ടിരിക്കും. ഇപ്പൊ ചിലപ്പോൾ ഇതൊന്നുമല്ല, ജോബ് ഫീൽഡിനൊന്നുമല്ല, ചിലപ്പോൾ നമ്മൾ ഒരുപക്ഷെ നമ്മളുടെ ലൈഫിൽ തന്നെ ആയിരിക്കാം, നമ്മുടെ ഫാമിലി റിലേറ്റഡ് ആയിട്ടുള്ള പ്രോബ്ലംസുകൾ വരും, ഫ്രണ്ട്സിൻ്റെ ഇടയിലെ പ്രോബ്ലംസ് വരും. അപ്പൊ ഈ വരുന്ന പ്രോബ്ലംസിനൊക്കെ നമ്മൾ എങ്ങനെ മാനേജ് ചെയ്യും എന്നുള്ളതിന്റെ ഒരു ചെറിയൊരു ഉദാഹരണമാണ് ഇന്നിവിടെ പറയാൻ പോകുന്നത്. നമുക്ക് പൊതുവേ നമ്മുടെ മൈൻഡ് സെറ്റ് രണ്ട് രീതിയിൽ നമുക്ക് മൈൻഡ് സെറ്റ് നോക്കാം. ഒന്ന് സൊല്യൂഷൻ ഫോക്കസ്ഡും മറ്റേത് പ്രോബ്ലം ഫോക്കസ്ഡ് തിങ്കിങ്ങും. രണ്ട് രീതിയിലാണ് തിങ്കിങ് സ്റ്റൈൽ ഞാൻ ഇന്നിവിടെ പറയാൻ ഉദ്ദേശിക്കുന്നത്. ഒന്ന് പ്രോബ്ലം ഫോക്കസ്ഡും പിന്നെ ഒന്ന് സൊല്യൂഷൻ ഫോക്കസ്ഡും. കേട്ടിട്ടുണ്ടോ ഇതിനു മുമ്പ് ഈ ഒരു വാക്കുകൾ? ചിലപ്പോൾ സൈക്കോളജിസ്റ്റ് മേഖലയിലൊക്കെ വർക്ക് ചെയ്തിട്ടുള്ളവരും ഒക്കെ കുറെ ഏറെ ഈ ഒരു ടേം കേട്ടിട്ടുണ്ട് അല്ലേ? കേൾക്കാൻ സാധ്യതയുള്ളതാണ്. കേട്ടിട്ടില്ലേ? അപ്പം അത് തന്നെയാണ് ഇന്ന് എനിക്കും നിങ്ങളുടെ മുന്നിൽ പറയാനുള്ളത്. അപ്പം നമുക്ക് ഒരു പ്രോബ്ലം ഫോക്കസ്ഡ് സൊല്യൂഷൻസും തിങ്കിങ്ങും അതേപോലെ തന്നെ സൊല്യൂഷൻ ഫോക്കസ്ഡ് തിങ്കിങ്ങും തമ്മിലുള്ള വ്യത്യാസങ്ങൾ എന്താണ്, നമുക്ക് എന്ത് തിങ്കിങ് സ്റ്റൈലാണ് നമുക്ക് വേണ്ടതെന്നാണ് ഇന്ന് നമ്മളിവിടെ നോക്കാൻ പോകുന്നത്. അതിന് വേണ്ടിയിട്ട് ഞാനൊന്ന് സ്ക്രീൻ ഷെയർ ചെയ്യാം. ഫൈസൽ സാറെ ജസ്റ്റ് ഒന്ന് ഹോസ്റ്റ് ആക്കാവോ?
ഹലോ ഫെസൽ സാർ. ഓക്കെ ഓക്കെ ഓക്കെ. ഓക്കെ, ക്ലിയർ ആയി, ക്ലിയർ ആയി. സ്ക്രീൻ കാണുന്നുണ്ടോ എല്ലാവരും? ഇല്ല, കാണുന്നില്ലല്ലോ. യെസ് യെസ് കാണുന്നുണ്ട്. റാബി മാമിന്റെ മാത്രം കാണുന്നുണ്ട് സാർ. റാബി മാം ജസ്റ്റ് ഒന്ന് നോക്കിയാൽ മതി, ചിലപ്പം മാമിന്റെ അവിടുത്തെ നെറ്റ്വർക്കിന്റെ എന്തെങ്കിലും ഇഷ്യൂ ഉണ്ടായിരിക്കും കേട്ടോ. ഓക്കെ 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 ഇപ്പൊ ക്ലിയർ ഓക്കെ ആയില്ലേ? ഓക്കെ. അപ്പൊ ഞാൻ ഇന്ന് ഇവിടെ പറയാൻ പോകുന്നത് നമ്മൾ രണ്ട് ഏതൊക്കെയാണ്, ഒന്ന് പ്രോബ്ലം ഫോക്കസ്ഡ് തിങ്കിങ്ങും സൊല്യൂഷൻ ഫോക്കസ്ഡ് തിങ്കിങ്ങും. ഈ രണ്ട് തിങ്കിങ് സ്റ്റൈലിനെ പറ്റിയാണ് ഇന്ന് എനിക്ക് ഇവിടെ സംസാരിക്കാനുള്ളത്. അതായത് നമുക്ക് ആദ്യം ഫോക്കസ് നോക്കാം. ഫോക്കസിനകത്ത് ഈ രണ്ട് ഇനി ഞാൻ പറയാനുള്ള എളുപ്പത്തിന് വേണ്ടിയിട്ട് പ്രോബ്ലം ഫോക്കസ്ഡ് തിങ്കിങ്ങിന് PFT എന്ന് പറയും, അതുപോലെ തന്നെ സൊല്യൂഷൻ ഫോക്കസ്ഡ് തിങ്കിങ്ങിന് SFT എന്നായിരിക്കും പറയുന്നത്. ക്ലിയർ ആണോ? എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ ചോദിച്ചാൽ മതി കേട്ടോ. അപ്പം PFT എന്ന് പറയുന്നത് എന്താണ്? PFT എന്ന് പറയുന്നത് എന്താ? Problem focused thinking. പ്രോബ്ലം ഫോക്കസ് തിങ്കിങ് ആണ്. SFT എന്ന് പറഞ്ഞാൽ സൊല്യൂഷൻ ഫോക്കസ് തിങ്കിങ്. ഓക്കെ, ഇതിനകത്ത് ഫോക്കസ് എങ്ങനെയാണ് നമുക്ക് നോക്കാം. ഫോക്കസിൽ ഇതിനകത്ത് എങ്ങനെയാ വരുന്നത്, ഈ രണ്ട് കാര്യങ്ങളിലും എങ്ങനെയാ വരുന്നത്. അതിനകത്ത് ഒന്നാമതായിട്ട് ഫോക്കസ് ഓൺ കോസ്, ഹിസ്റ്ററി ആൻഡ് ഇമ്പാക്ട് ഓഫ് പ്രോബ്ലംസ്. നമ്മൾ പ്രോബ്ലം ഫോക്കസിലേക്ക് നോക്കുകയാണെങ്കിൽ നമുക്കിപ്പോൾ എക്സാമ്പിൾ പറയുകയാണെന്നുണ്ടെങ്കിലും ഇതിനകത്തെല്ലാം യെസ്റ്റർഡേസ് ഫെയിലേഴ്സ് ആയിരിക്കും നോക്കുന്നത്. അതായത് എന്തുകൊണ്ടാണ് ഇത് സംഭവിച്ചത്, എന്തുകൊണ്ട് എനിക്ക് ഇങ്ങനെ പറ്റി, എന്തുകൊണ്ടാണ് ഇങ്ങനെ എനിക്ക് മാത്രം സാധിക്കുന്നത് എന്നുള്ള ഒരു ക്വസ്റ്റ്യൻസ് ആയിരിക്കും കൂടുതലും പ്രോബ്ലം ഫോക്കസ്ഡ് തിങ്കിങ്ങിൽ ആ ഒരു വ്യക്തി ചിന്തിക്കുന്നത്. ഇപ്പോൾ ഉദാഹരണത്തിന് ഒരു ടീമിന് സെയിൽസ് ടാർജറ്റ് ഉണ്ടെന്ന് വിചാരിക്കുക. ഒരു വ്യക്തിക്കോ ഒരു ടീമിനോ ഒരു സെയിൽസ് ടാർജറ്റ് ഉണ്ട്. അപ്പം ആ ഒരു മന്തിൽ അവരുടെ ഒരു സെയിൽസ് ടാർജറ്റ് അവർക്ക് അച്ചീവ് ചെയ്യാൻ സാധിച്ചില്ല. അപ്പോൾ അവർ എന്തിലായിരിക്കും കൂടുതൽ ഫോക്കസ് ചെയ്യുന്നത്? ആ, എന്തുകൊണ്ടാണ് എനിക്ക് ഇങ്ങനെ ഒരു ടാർഗറ്റ് അച്ചീവ് ചെയ്യാൻ പറ്റാഞ്ഞത്, എൻ്റെ മോശം പ്രകടനത്തിന് എന്തെങ്കിലും കുഴപ്പങ്ങൾ ഉണ്ടായിട്ടുണ്ടോ എന്ന രീതിയിൽ പിന്നെയും പിന്നെയും അതിനെ ബാക്ക്വേഡിൽ തന്നെ നയിക്കുന്ന രീതിയിലുള്ള ചിന്താഗതികളായിരിക്കും നടക്കുന്നത്. ഒരുപക്ഷെ മാർക്കറ്റ് മോശമായിരുന്നു, ആ ഒരു രീതിയിലുള്ള കാരണങ്ങളൊക്കെ കണ്ടെത്തിയിട്ട് അവരെപ്പോഴും ആ ഒരു കുറ്റപ്പെടുത്തലിനെ മാത്രം കൂടുതലായിട്ട് ഫോക്കസ് ചെയ്യും. അതേസമയം സൊല്യൂഷൻ ഫോക്കസ്ഡ് തിങ്കിങ്ങിലാണ് ഒരു വ്യക്തി ചിന്തിക്കുന്നത് എങ്കിൽ ഏത് രീതിയിലായിരിക്കും ചിന്തിക്കുന്നത്? ടൊമാറോ സക്സസ്, നാളേക്ക് വേണ്ടിയിട്ട് ഇനി എന്ത് ചെയ്യാൻ പറ്റും? ഓക്കെ, ഇപ്പം എനിക്ക് ഫെയിലായി, ഇനി ഞാൻ നെക്സ്റ്റ് എന്താണ് എനിക്ക് സെയിൽ കൂട്ടാൻ വേണ്ടിയിട്ട് ഞാൻ ഏത് സ്റ്റെപ്പാണ് എടുക്കേണ്ടത്, അതുകൊണ്ട് ഇനി എന്താണ് എനിക്ക് അതിനു വേണ്ടി ചെയ്യാൻ പറ്റുന്നത്, അതുപോലെ ആ ഒരു സക്സസ് ആയി കഴിഞ്ഞാൽ എനിക്ക് എന്ത് ബെനിഫിറ്റ് ആയിരിക്കും കിട്ടുന്നത് എന്നുള്ള രീതിയിലായിരിക്കും ഇതിൻ്റെ ഫോക്കസ് പോകുന്നത്. അപ്പോൾ ഫോക്കസിനകത്ത് നമ്മൾ ഏതൊക്കെയാണ് നോക്കിയത്? PFTയിലെ ഫോക്കസും SFTയിലെ ഫോക്കസും നമ്മൾ നോക്കിയത്. അതിൻ്റെ പ്രോബ്ലം ഫോക്കസ് എന്തിനാ കൂടുതലും അന്നേരം ജസ്റ്റ് മുന്നോട്ട് നയിക്കുന്നത്? എന്താണ് പ്രോബ്ലം ഫോക്കസിനെ ഏറ്റവും കൂടുതൽ മുന്നോട്ട് നയിക്കുന്നത്? എൻ്റെ കീ ടേക്ക് വേ എന്താണ്? Yesterday's യെസ്റ്റർഡേസ്. failure. അപ്പം SFTയോ? Tomorrow success. ടുമോറോ സക്സസ്. അപ്പോൾ ഒരു വ്യക്തി ഏതെങ്കിലും ഒരു മേഖലയിൽ വർക്ക് ചെയ്യുമ്പം അയാൾ കൂടുതൽ ഫോക്കസ് കൊടുക്കുന്നത് ഏതിലായിരിക്കണം? സൊല്യൂഷൻ ഫോക്കസ്ഡിലായിരിക്കണം അല്ലേ? കാരണം Yes. എപ്പോഴും PFTയിൽ മാത്രം കോൺസെൻട്രേഷൻ ചെയ്ത് നിന്ന് കഴിഞ്ഞാൽ അത് ലൈഫിലായാലും ശരി, ജോബിന്റെ സംഭവത്തിലായാലും ശരി, ഏതൊരു മേഖലയിലാണെങ്കിലും ശരി, ആ വ്യക്തി കൂടുതലും ഫോക്കസ് കൊടുക്കുന്നത് PFTയിലാണ് എങ്കിൽ അദ്ദേഹത്തിന് എപ്പോഴും ഫെയിലിയർ മാത്രമേ വരാൻ ചാൻസ് ഉള്ളൂ എന്നുള്ളതാണ് സൈക്കോളജി പറയുന്നത്. ഇനി നമുക്ക് നെക്സ്റ്റ് നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ അപ്രോച്ച് നോക്കാം. ഇത് രണ്ടും തമ്മിലുള്ള സമീപനം ഏതൊക്കെ രീതിയിലാണെന്ന്. പ്രോബ്ലം ഫോക്കസ്ഡ് നമ്മൾ ഏറ്റവും കൂടുതൽ സമീപിക്കുന്നത് എനിക്ക് എന്തുകൊണ്ട് ഇങ്ങനെ വന്നു, അതേപോലെ തന്നെ ഇത് എപ്പോഴാണ് സംഭവിക്കുന്നത് എന്നുള്ള രീതിയിലായിരിക്കും ഇതിന്റെ അപ്രോച്ച് കൊടുക്കുന്നത്. ഇപ്പം അതിനൊരു എക്സാമ്പിൾ പറയുവാണെന്നുണ്ടെങ്കിൽ ഇപ്പം ഒരു കുട്ടിക്ക് ഒരു പരീക്ഷയിൽ തോറ്റുപോയെന്നിരിക്കട്ടെ. ഒരു കുട്ടി ഒരു പരീക്ഷയിൽ ഫെയിലറായി. പക്ഷെ ആ കുട്ടി എപ്പം എന്തോ ചെയ്യും? ഞാൻ ഈ പരീക്ഷയിൽ ഫെയിലായല്ലോ, എന്തുകൊണ്ടാണ് എനിക്ക് പഠിക്കാൻ കഴിയാഞ്ഞത്, ഇനി ഞാൻ ഫോൺ യൂസ് ചെയ്തത് കൊണ്ടാണോ, അതോ എനിക്ക് വേറെ ഏതെങ്കിലും പ്രശ്നങ്ങൾ ഉള്ളത് കൊണ്ടാണോ ഞാൻ ഈ ഒരു പരീക്ഷയിൽ തോറ്റുപോയതെന്ന് വിചാരിച്ചിട്ട് ചിന്തിച്ചിരിക്കും. അതേസമയം സൊല്യൂഷൻ ഫോക്കസ്ഡ് തിങ്കിങ്ങിലുള്ള ഒരു വ്യക്തിയാണ് ആ ഒരു രീതിയിൽ ചിന്തിക്കുന്നെങ്കിലോ, ഓക്കെ, ഈ പരീക്ഷയ്ക്ക് ഞാൻ ഫെയിലായി, എൻ്റെ പ്രോബ്ലംസ് ഇന്നൊക്കെയാണ്, അപ്പം പക്ഷേ ഞാൻ ഇനി എന്താ ചെയ്യേണ്ടത്? നെക്സ്റ്റ് പരീക്ഷയ്ക്ക് ആ ഒരു പ്രോബ്ലത്തെ മറികടന്ന് ഞാൻ എന്ത് സ്റ്റെപ്പാണ് എടുക്കേണ്ടത്?
അങ്ങനെ എടുത്തു കഴിഞ്ഞാൽ എനിക്ക് കിട്ടാവുന്ന ബെനിഫിറ്റ് എന്തൊക്കെയാണ്? ഈ ഒരു രീതിയിൽ ചിന്തിച്ചിട്ട് അവർ അതിന്റെ അപ്രോച്ച് ചേഞ്ചസ് ആവും. അപ്പോൾ അപ്രോച്ചിനകത്ത് മാറ്റം വരുത്തേണ്ട ഏതൊക്കെ രീതിയിലാണെന്ന് മനസ്സിലായല്ലോ. PFTയിൽ എപ്പോഴും അതിന്റെ പ്രോബ്ലത്തെ മാത്രം മനസ്സിൽ കണ്ടിട്ട് ആ ഒരു രീതിയിൽ തന്നെ മുന്നോട്ട് പോകും. അതേസമയം SFTയിൽ ഈ ഒരു പ്രോബ്ലത്തെ മറികടന്ന് ഞാൻ എങ്ങനെ മുന്നോട്ട് പോകാൻ വേണ്ടി നെക്സ്റ്റ് സ്റ്റെപ്പ് എന്താണ് എടുക്കേണ്ടത് എന്നുള്ള രീതിയിൽ ചിന്തിച്ചിട്ട് അടുത്ത ആക്ഷൻ എടുക്കും. അതാണ് ഒരു എക്സാം എഴുതുന്ന ഒരു കുട്ടിക്ക് ഒരു സബ്ജക്റ്റ് ഫെയിലർ ആയി കഴിഞ്ഞാൽ ആ കുട്ടി ഫെയിൽ ആയതിന്റെ കാരണങ്ങൾ കണ്ടെത്തി അതിനോട്ട് മാത്രം ഫോക്കസ് കൊടുക്കാതെ അതിനുശേഷം ആ ഒരു കാരണം മാറ്റിയിട്ട് മുന്നോട്ട് എനിക്ക് എന്ത് സ്റ്റെപ്പ് എടുക്കാൻ പറ്റും എന്നുള്ള ഒരു കാര്യം ചിന്തിച്ചിട്ട് മുന്നോട്ട് പോകുന്ന അപ്രോച്ചാണ് ഈ ഒരു രണ്ട് കാര്യങ്ങൾ തമ്മിൽ ശ്രദ്ധിക്കേണ്ടതെന്ന് ഓർമ്മപ്പെടുത്തുന്നു. അപ്പം PFT നമ്മളൊരു രോഗത്തിന്റെ അല്ലെങ്കിൽ ഒരു പ്രോബ്ലത്തിന്റെ റീസൺ കണ്ടെത്തുകയും അതേസമയം SFT എന്താണ്, അതിനെ പുതിയ ഒരു ഡിസൈൻ ചെയ്ത് മുന്നോട്ട് കൊണ്ടുപോകാൻ സക്സസ് ആക്കാൻ വേണ്ടിയിട്ടുള്ള സ്റ്റെപ്പുകൾ എടുക്കുകയും ചെയ്യുന്നു എന്നുള്ളതാണ് അതിന്റെ അപ്രോച്ചിൽ വരുത്തേണ്ട ആനതാണ്. ഇനി നമുക്ക് അതിന്റെ മൈൻഡ് സെറ്റും ആൻഡ് ഇമോഷണൽ ഇമ്പാക്റ്റും എന്താണെന്ന് നോക്കാം. പ്രോബ്ലം ഫോക്കസുകാർ ഏറ്റവും കൂടുതൽ ചിന്തിക്കുന്ന രീതി എന്ന് പറയുന്നത് ബ്ലെയിമിങ് ആയിരിക്കും. എന്നെ സഹായിക്കാൻ ആരുമില്ല, മറ്റുള്ളവർ കാരണമാണ് ഇങ്ങനെ വന്നത്, ആ വ്യക്തിയാണ് ഇതിനെല്ലാത്തിനും കാരണം എന്നുള്ള രീതിയിലായിരിക്കും ചിന്തിക്കുന്നത്. ഈ എക്സാമിന്റെ കേസിൽ എടുത്താൽ പോലും ഞാൻ പഠിക്കാൻ വേണ്ടി എന്നെ ആരും സഹായിച്ചില്ല, ഞാൻ പഠിക്കാൻ വേണ്ടിയിട്ട് എന്നെ ടീച്ചർ നല്ലപോലെ ആ ഒരു ടോപ്പിക്ക് പറഞ്ഞു തന്നില്ല, അതുകൊണ്ടാണ് ഞാൻ ഫെയിൽ ആയത് എന്നുള്ള രീതിയിൽ തന്നെ ചിന്തിച്ചിരിക്കും. അതേസമയം ഈ വറി അബൌട്ട് ദ പാസ്റ്റ്, അതേപോലെ കഴിഞ്ഞ പോയ കാര്യത്തിലേക്ക് തന്നെ സ്റ്റക്ക് ഓൺ ചെയ്തിട്ട് ആ ഒരു പ്രോബ്ലത്തിൽ തന്നെ ആള് അങ്ങ് കുടുങ്ങിപ്പോകുന്ന ഒരു അവസ്ഥയായിരിക്കും കൂടുതലായിട്ടും ഈ മൈൻഡ് സെറ്റിൽ ഈ ഒരു PFTയിൽ വരുന്നത്. ഇതിന്റെ ഇമോഷണൽ ഇമ്പാക്റ്റ് എന്തൊക്കെയായിരിക്കും? ഇത് കൂടുതലും സ്ട്രെസ് ആവാനുള്ള കാര്യങ്ങൾ വരും, ഫ്രസ്ട്രേഷൻസ് കൂടും, തൻ്റെ എനർജി മൊത്തം ഡ്രെയിൻ ചെയ്ത് പോകുന്ന ഒരു അവസ്ഥയായിരിക്കും PFT കൊണ്ട് ആ ഒരു വ്യക്തിക്ക് ഉണ്ടാകുന്നത്. അതേസമയം സൊല്യൂഷൻ ഫോക്കസ്ഡ് മൈൻഡ് സെറ്റ് ഉള്ള ഒരു വ്യക്തിക്കോ അവർക്കൊരു ഹോപ്പ് കാണും. ഓക്കെ, എനിക്ക് ഇനിയും എന്നെ പരീക്ഷയ്ക്ക് പഠിച്ചെനിക്ക് നല്ലൊരു സക്സസ് എടുക്കാൻ സാധിക്കും എന്നുള്ളൊരു മൈൻഡ് സെറ്റ് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. പിന്നെ അവരുടെ കൺട്രോളിലായിരിക്കും അവരുടെ ഇമോഷൻസ്. പിന്നെ നല്ല ഇമോഷൻ ഇമ്പാക്റ്റിന് വേണ്ടിയിട്ട് ഒരു മോട്ടിവേഷൻസ് ഒക്കെ സ്വന്തമായിട്ടൊക്കെ കൊണ്ടുവന്ന്, അല്ലെ മറ്റുള്ളവരിൽ നിന്ന് നല്ല മോട്ടിവേഷൻസിന് വേണ്ടിയിട്ടുള്ള ക്ലാസ്സുകൾ കേൾക്കുക, അതിനുള്ള കാര്യങ്ങൾ ചെയ്യുക, പിന്നെ ഒരു കോൺഫിഡൻറ്റ് ഉണ്ടാക്കിയെടുക്കുക, അതൊക്കെ ആയിരിക്കും SFT വഴി ആ ഒരു വ്യക്തി ചെയ്യുന്നത്. അപ്പം PFT എപ്പോഴും ഒരു സ്റ്റക്കിലേക്കാണ് നയിക്കുന്നതെങ്കിൽ SFT എന്തിലേക്കാണ് നയിക്കുന്നത്? ഒരു കൺട്രോളിലേക്കായിരിക്കും. മുന്നോട്ട് അതിജീവിക്കാൻ വേണ്ടിയിട്ടുള്ള സ്റ്റെപ്പുകൾ എടുക്കാൻ വേണ്ടിയിട്ട് മൈൻഡിനെ സെറ്റാക്കി എടുക്കുന്ന ആ ഒരു പ്രൊസീജിയറാണ് നമ്മൾ ഈ ഒരു മൈൻഡ് സെറ്റ് ഇമോഷണൽ ഇമ്പാക്റ്റിൽ കൈകാര്യം ചെയ്യുന്നത്. ക്ലിയർ ആണോ? എന്തെങ്കിലും ഡൗട്ട് ഉണ്ടോ? ഡൗട്ട് വല്ലതും ഉണ്ടോ? ഇല്ല, ക്ലിയർ ആണ് സർ. ഓക്കെ, No, sir. താങ്ക് യു. ഇനി നമ്മളെ തിങ്കിങ് സ്റ്റൈലിലേക്ക് വരാം. നമുക്കറിയാം ഓരോ വ്യക്തിയുടെ ഏറ്റവും വലിയ പ്രോബ്ലം തിങ്കിങ് ആണ് എന്നുള്ളത്. കാരണം അവർ ചിന്തിക്കുന്ന ഏത് രീതിയിലാണോ ആ ചിന്തിക്കുന്നതിനകത്ത് എന്തെങ്കിലും ഒരു പ്രോബ്ലംസ് ഉണ്ടായി കഴിഞ്ഞാൽ അത് എന്തിലേക്ക് നയിക്കും? ചിന്തയിൽ എന്തെങ്കിലും ഒരു പ്രോബ്ലംസ് വന്നു കഴിഞ്ഞാൽ പിന്നെ നെക്സ്റ്റ് എന്തിലേക്കായിരിക്കും പോകുന്നത്? എന്തിലേക്കായിരിക്കും പോകുന്നത്? ഐഡിയ ഉണ്ടോ ആക്ഷനിലേക്ക് ആർക്കെങ്കിലും? ആക്ഷനിലേക്ക് ആക്ഷൻ എന്ന് പറയുമ്പോൾ ഇമോഷൻസ് അല്ലേ, പിന്നെ ബിഹേവിയർ ആക്ഷൻസ്. അപ്പം തോട്ട്സും ഇമോഷൻസും ബിഹേവിയർ ആക്ഷൻസും തമ്മിൽ കണക്റ്റഡ് ആണ് എന്ന് നമുക്കറിയാം. അപ്പം ഈ മൂന്ന് കാര്യങ്ങളിൽ തിങ്കിങ് സ്റ്റൈലിൽ ഏതെങ്കിലും രീതിയിൽ പ്രോബ്ലം വന്നു കഴിഞ്ഞാൽ അത് ഇമോഷൻസിനെ ബാധിക്കും, ആ ഇമോഷൻസിനെ ബിഹേവിയർ വഴിയുള്ള ആക്ഷൻസും മോശമായിട്ട് രീതിയിൽ ബാധിക്കും അല്ലേ. അപ്പം ഏതെങ്കിലും ഇപ്പോൾ ഹസ്ബൻഡും വൈഫും തമ്മിൽ വഴക്കിടുന്ന ഒരു സിറ്റുവേഷൻസിൽ അവര് ആ ഒരു ചിന്തിക്കുന്ന ആ ഒരു സ്റ്റൈലൊന്ന് മാറ്റിക്കഴിഞ്ഞാൽ ഓക്കെ, അദ്ദേഹം എനിക്ക് പലപ്പോഴും പല കാര്യങ്ങളും ചെയ്തു തന്നിട്ടുണ്ട്, ഇപ്പൊ അദ്ദേഹത്തിന്റെ ഏതെങ്കിലും രീതിയിലുള്ള സ്ട്രെസ് കൊണ്ടായിരിക്കും ഈ ഒരു പ്രോബ്ലം നയിക്കുന്നതെന്ന് വൈഫ് തിങ്ക് ചെയ്യുകയാണ് എങ്കിൽ അവിടെ ഒരു ഇമോഷൻസിന്റെ പോസിറ്റീവ് ഇമോഷൻസ് ആയിരിക്കും അവിടെ ഉണ്ടാകുന്നത്. അതുവഴി അവരുടെ ആ ബിഹേവിയർ ആക്ഷൻസും ഓക്കെ ആയിട്ട് വരും. അതേസമയം നേരെ തിരിച്ചു സംഭവിക്കാം, വൈഫായാലും ശരി തിരിച്ചു സംഭവിച്ചാലും ഹസ്ബൻഡ് ചിന്തിക്കേണ്ട രീതിയും ഈ രീതിയിലാണ്. അപ്പൊ അങ്ങനെയാണ് എങ്കിൽ ആ ഒരു തിങ്കിങ് സ്റ്റൈലിലെ മാറ്റം വരുത്തുന്നത് കൊണ്ട് അവർക്കൊരു നല്ല ഒരു റിസൾട്ട് ഉണ്ടാക്കിയെടുക്കാൻ ആ ഒരു സിറ്റുവേഷനിൽ സാധിക്കും എന്നുള്ളതാണ്. ഇത് അതേപോലെ തന്നെയാണ് തിങ്കിങ് സ്റ്റൈലിലേക്ക് നോക്കുകയാണെങ്കിൽ പ്രോബ്ലം ഫോക്കസ്ഡ് തിങ്കിങ് സ്റ്റൈൽ ഏറ്റവും കൂടുതൽ ചെയ്യുന്നത് മറ്റുള്ളവരെ ബ്ലെയിം ചെയ്യുന്നതിനും അതുപോലെ തന്നെ ഈ ഒരു ഇപ്പൊ എക്സാമ്പിൾ ഇപ്പം നോക്കിക്കഴിഞ്ഞാൽ ഒരു കമ്പനിയിൽ വർക്ക് ചെയ്യുന്ന ഒരാൾ അവിടെ ആ ഒരു കമ്പനിയിലേക്ക് ഒരു പുതിയ സോഫ്റ്റ്വെയർ കൊണ്ടുവന്നു. പുതിയൊരു സോഫ്റ്റ്വെയർ കൊണ്ടുവന്നപ്പോഴത്തേക്കും ആ ഒരു സ്റ്റാഫ് പറയുവാണ് ഈ ഒരു സോഫ്റ്റ്വെയർ കൊള്ളത്തില്ല, ഇത് ഒരുപാട് പ്രോബ്ലംസുകളൊക്കെ ഉണ്ട് എന്ന് പറയുന്ന, അതിനെ തന്നെ ബ്ലെയിം ചെയ്തുകൊണ്ടിരിക്കുന്ന, അതിന്റെ കുറ്റങ്ങൾ മാത്രം കണ്ടുപിടിച്ചുകൊണ്ടിരിക്കുന്ന ഒരു വ്യക്തിയായിരിക്കും ആ ഒരു തിങ്കിങ് സ്റ്റൈൽ ചെയ്യുന്നത്. ഈ PFT കൊണ്ട്
ചെയ്യുന്നത്. അതേസമയം SFT കൊണ്ട് എന്തായിരിക്കും ചെയ്യുന്നത്? അവർ ഏറ്റവും കൂടുതൽ ഇതെനിക്ക് എങ്ങനെ നല്ല രീതിയിൽ എൻ്റെ ജോലിയെ മുന്നോട്ട് കൊണ്ടുപോകാൻ സാധിക്കുമെന്ന് വെച്ചിട്ട് അതിനെപ്പറ്റി കൂടുതൽ പഠിക്കും, അതിന് വേണ്ടിയിട്ട് കൂടുതൽ എഫർട്ട് എടുക്കും. അതുവഴി അദ്ദേഹത്തിന് ഏറ്റവും കൂടുതൽ ഉയർച്ചയിലേക്ക് ഉണ്ടാക്കിയെടുക്കാൻ സാധിക്കും. ഇന്നിപ്പം AI കുറ്റപ്പെടുത്തുന്ന ഒരുപാട് ആൾക്കാരുണ്ട്. ഇതേപോലെ തന്നെയാണ് ഏകദേശം നമുക്ക് കുറേ വർഷങ്ങൾക്ക് മുമ്പ് ഓട്ടോമാറ്റിക് കാറുകളൊക്കെ നിരത്തിൽ ഇറങ്ങുന്ന ടൈമിൽ പോലും സാധാരണ വ്യക്തികൾ ഡ്രൈവ് ചെയ്യുന്ന ടൈമിൽ അവർക്ക് മാനുവൽ തന്നെ മതി. കാരണം എന്താ? അവർക്ക് ഈ ഒരു ഓട്ടോമാറ്റിക് സിസ്റ്റത്തിനോട് പൊരുത്തപ്പെട്ട് പോകാനുള്ള ആ, ഒരു പ്രവണതയില്ല. അപ്പൊ അവരെന്താ എടുത്തത്? ഒരന്തരം നെക്സ്റ്റ് എന്താ എടുത്തത്? അവരെടുത്ത രീതി എന്ന് പറയുന്നത് മറ്റേത് തന്നെ മതി എന്ന് പറഞ്ഞിട്ട് അങ്ങനെ നിന്നു. അതേസമയം കുറച്ച് ആൾക്കാരൊക്കെ ഓക്കെ കുഴപ്പമില്ല, ഓട്ടോമാറ്റിക് കാറുകളും ഓക്കെയാണ് എന്നുള്ള രീതിയിൽ നമുക്ക് യൂസ് ചെയ്യാൻ പറ്റുന്ന സിസ്റ്റമാണ് അതിനകത്തുള്ളതെന്ന് വിചാരിച്ചിട്ട് മുന്നോട്ട് പോയി കഴിഞ്ഞപ്പോഴത്തേക്ക് അവർക്ക് നല്ലൊരു റിസൾട്ട് ഉണ്ടാക്കിയെടുക്കാൻ സാധിച്ചു. അതേപോലെ തന്നെ ഇപ്പം ഇലക്ട്രിക്കൽ വെഹിക്കിളൊക്കെ ഇറങ്ങിയിട്ടില്ലേ? അത് ഇറങ്ങുന്ന സമയത്ത് പോലും ആദ്യം കുറെ ആൾക്കാരൊക്കെ ആ കാറുകളൊക്കെ എടുക്കാൻ മടിച്ചതിന്റെ റീസൺ എന്താ? അതിനകത്ത് ഇന്ന രീതിയിലുള്ള പ്രോബ്ലംസ് വരും, വഴിയിൽ നിൽക്കും. അതിനകത്തെ കുറ്റങ്ങൾ മാത്രം ഫോക്കസ് ചെയ്യാൻ പറ്റും, അതിനകത്തെ പ്രോബ്ലംസ് മാത്രം ഫോക്കസ് ചെയ്തിട്ടായിരിക്കും ആ വ്യക്തികൾ എങ്ങനെ കാണുന്നത്. അതേസമയം നേരെ സൊല്യൂഷൻ ഫോക്കസ്ഡ് രീതിയിൽ തിങ്കിങ് ചെയ്യുന്ന ആൾക്കാർക്ക് ഇതിനകത്ത് എനിക്ക് ഇത്ര ലാഭം കിട്ടും, പെട്രോളിന് ഇത്ര പ്രോബ്ലംസ് എനിക്ക് പ്രോഫിറ്റ് കിട്ടും, അതുകൊണ്ട് ഇത് എടുത്താലും കുഴപ്പമില്ല എന്നുള്ള രീതിയിൽ ചിന്തിച്ച് മുന്നോട്ട് പോകുന്ന വ്യക്തികളും ഉണ്ട്. അപ്പം നമ്മുടെ തിങ്കിങ് സ്റ്റൈലിൽ ചേഞ്ച് ചെയ്ത് കഴിഞ്ഞാൽ നമുക്കൊരു സക്സസ് ഉണ്ടാക്കിയെടുക്കാൻ സാധിക്കും എന്നുള്ളതാണ് ഈ ഒരു PFTയുടെ SFTയുടെ ഡിഫറൻസ്. ഇനി നമ്മൾ നെക്സ്റ്റ് നമ്മൾ ക്വസ്റ്റ്യൻസ് ആസ്കർ. നമ്മൾ ഓരോന്നിനകത്തും നമ്മൾ പ്രശ്നം വരുമ്പോൾ നമുക്ക് നമ്മളോട് തന്നെ ചോദിക്കുന്ന ഒരു രീതിയുണ്ട്. അതിനകത്ത് PFTയിലേക്ക് വരുവാണെന്നുണ്ടെങ്കിൽ നമ്മൾ ചോദിക്കുന്നത്, അല്ലെ മറ്റുള്ളവരോട് നമുക്ക് ഇടപെടുന്നത്, ഹൗ ബാഡ് ഈസ് ദിസ്? എന്തുകൊണ്ടാണ്, എങ്ങനെയാണ് ഇത് സംഭവിച്ചത്? ആരാണ് ഇതിന്റെ റെസ്പോൺസിബിലിറ്റി? എനിക്ക് എന്തുകൊണ്ടാണ് ഇങ്ങനെയൊക്കെ വന്നിട്ടുള്ളത്? എന്തുകൊണ്ടാണ് ഈ ഒരു കാര്യം സംഭവിച്ചത് എന്നുള്ളതൊക്കെ രീതിയിൽ അവർ ചിന്തിച്ചുകൊണ്ടേയിരിക്കും. അതേസമയം SFT ആണെന്നുണ്ടെങ്കിൽ ഇനി എനിക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഇതിൽ നിന്ന് എനിക്ക് എന്താണ് ലേൺ ചെയ്യാൻ പറ്റുന്നത്, ഇനി എനിക്ക് ചെറിയൊരു ചേഞ്ചസ് പോലും മാറ്റിക്കഴിഞ്ഞാൽ എനിക്ക് ഉണ്ടാവുന്ന റിസൾട്ടിനെ പറ്റിയായിരിക്കും അവർ ചിന്തിക്കുന്നത്. അത് മറ്റേത് ഫിയറിലേക്ക് നയിക്കുന്നെങ്കിൽ ഇത് ഹോപ്പിലേക്കായിരിക്കും നയിക്കുന്നത്. അപ്പം ഈ ക്വസ്റ്റ്യൻസിന്റെ ഡിഫറൻസും രണ്ടും രണ്ട് രീതിയിലായിരിക്കും. PFT കൊണ്ട് ചിന്തിക്കുന്ന ഒരു വ്യക്തിക്കും SFT കൊണ്ട് ചിന്തിക്കുന്ന വ്യക്തിക്കും അവരുടെ ഉള്ളിലെ അവരോട് തന്നെ ചോദിക്കുന്ന ക്വസ്റ്റ്യൻസിനകത്ത് ഡിഫറെൻ്റ് ആയിരിക്കും. അപ്പൊ എക്സാമ്പിൾ, ഒരു ഓഫീസിൽ ഒരു പ്രൊജക്ട് ചെയ്യാൻ ഒരു അവസരം കിട്ടി, അത് നമ്മൾ ചെയ്തപ്പോൾ ഫെയിലർ ആയി കഴിഞ്ഞപ്പോഴത്തേക്കും ഈ PFTയിലുള്ള ആൾക്കാർ ചിന്തിക്കുന്നത് ഈ ഒരു സ്റ്റൈലായിരിക്കും. അതേസമയം സൊല്യൂഷൻ ഫോക്കസ്ഡ് തിങ്കിങ്ങിൽ ചിന്തിക്കുന്ന ആൾക്കാർ ചിന്തിക്കുന്നത് ഞാൻ ഈ പറഞ്ഞിട്ടുള്ള കാര്യങ്ങളായിരിക്കും. മുന്നോട്ട് ഇനി എങ്ങനെ പോകാം, അവർക്ക് ഹോപ്പ് കാണും, ഒരു ജനറേറ്റ് ഹോപ്പ് കാണും. ആ ഹോപ്പിനനുസരിച്ചായിരിക്കും അവർ മുന്നോട്ട് പോകുന്നത്. ഇനി ഇതിന്റെ ഔട്ട്കം എന്താണെന്ന് നോക്കാം. PFT കൊണ്ട് നമുക്ക് ഒരു പ്രോബ്ലത്തിനെ ഐഡന്റിഫൈ ചെയ്യാൻ പറ്റും, എന്തുകൊണ്ടാണ് ഇങ്ങനെ സംഭവിച്ചതെന്ന് അറിയാൻ പറ്റും. പക്ഷേ അവിടെ സ്ലോ ആയിട്ടുള്ള ആക്ഷൻസ് മാത്രമേ സംഭവിക്കുന്നുള്ളൂ. പക്ഷെ PFT മോശമാണ് എന്നല്ല, നമ്മളൊരു പ്രോബ്ലം ഫോക്കസ്ഡ് നമുക്ക് വേണം. ഒരു 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 പ്രോബ്ലം നമുക്ക് വരുവാണെങ്കിൽ അതിന്റെ 20% മാത്രമേ PFT ആവാവുള്ളൂ. അതിന്റെ പ്രോബ്ലം എന്താണെന്ന് നമ്മൾ കണ്ടെത്താവുള്ളൂ. അത് നമ്മുടെ നോളജ്, ഇങ്ങനെ സംഭവിച്ചു, ഓക്കെ പരീക്ഷയ്ക്ക് എനിക്ക് മാർക്ക് കുറഞ്ഞത് അല്ലെങ്കിൽ ഫെയിൽ ആയത് ഞാൻ കൂടുതൽ സമയം ഫോൺ യൂസ് ചെയ്തത് കൊണ്ടാണ് എന്നുള്ള രീതിയിൽ നമ്മൾ ഈ PFT തിങ്കിങ് സ്റ്റൈൽ കൊണ്ട് നമ്മൾ ചിന്തിച്ചു. പക്ഷെ അതേസമയം അതിനകത്ത് മാത്രം സ്റ്റക്കായി കഴിഞ്ഞാൽ നമുക്ക് എന്തായിരിക്കും സംഭവിക്കുന്നത്? ഒരുപാട് രീതിയിൽ മുന്നോട്ട് പോകാൻ പറ്റാത്ത ഒരു അവസ്ഥയിലേക്ക് വരും. പിന്നെ സൊല്യൂഷൻ ഫോക്കസ്ഡ് അല്ലാത്ത എന്താണ് സംഭവിക്കുന്നത്? ഗോൾ ക്ലാരിഫൈഡ് ആയിരിക്കും. എനിക്ക് എന്താണ് ചെയ്യാൻ പറ്റുന്നത്, എവിടെ എനിക്ക് എത്താൻ പറ്റും, ഞാൻ ഇനി എന്ത് സ്റ്റെപ്പാണ് എടുക്കേണ്ടതെന്ന് ഉള്ള ആക്ഷൻസ് ആ ഒരു സമയത്ത് തന്നെ ഇമ്മീഡിയറ്റ് ആയിട്ടുള്ള ആക്ഷൻസ് അവിടെ സംഭവിപ്പിക്കുന്നു എന്നുള്ളതാണ് സൊല്യൂഷൻ ഫോക്കസ്ഡിന്റെ ഔട്ട്കം നമുക്ക് കിട്ടുന്നത്. പിന്നെ ഇതിന്റെ കീ ടെക് വേ എന്ന് പറയുന്നത്, PFT എപ്പോഴും നമുക്കൊരു പ്രോബ്ലം എന്താണെന്നുള്ള നോളജ് തരുന്നു, അതേസമയം SFT എന്നുള്ളത് നമുക്ക് അതിന്റെ പ്രോഗ്രസ് തരുന്നു, മുന്നോട്ട് കൊണ്ടുപോകാൻ വേണ്ടിയിട്ടുള്ള കാര്യങ്ങൾ ചെയ്തു തരുന്നു എന്നുള്ളതാണ്. ഇനി നമുക്ക് ബിഹേവിയറിലോട്ട് നോക്കാം. നമുക്ക് പെരുമാറ്റത്തിലേക്ക് വരികയാണെങ്കിൽ ഇപ്പം പ്രോബ്ലം ഫോക്കസ്ഡ് ബിഹേവിയർ, അതായത് അതിനൊരു ഉദാഹരണം പറയുകയാണെങ്കിൽ നമ്മൾ ഇതിനകത്ത് ഏറ്റവും കൂടുതൽ ആൾക്കാർ നമ്മൾ മനസ്സിൽ വിചാരിക്കുന്നതാണ് ഡയറ്റ് എടുക്കണം, എനിക്ക് വണ്ണം കുറയ്ക്കണം എന്നൊക്കെ, അല്ലെ, വെയിറ്റ് കുറയ്ക്കണം എന്നൊക്കെ. അപ്പൊ അങ്ങനെ എടുക്കുന്ന ആൾക്കാർക്ക് പ്രോബ്ലം ഫോക്കസ്ഡ് ബിഹേവിയറിലാണ് എന്നുണ്ടെങ്കിൽ റിയാക്റ്റീവ് അപ്രോച്ച് ആയിരിക്കും. എനിക്ക് ഓക്കെ, നേരത്തെയൊക്കെ ഞാൻ ഇതൊക്കെ ഡയറ്റ് എടുക്കാൻ ശ്രമിച്ചിട്ട് നടന്നൊന്നുമില്ല, എനിക്ക് വണ്ണം കുറയ്ക്കാനൊന്നും പറ്റത്തൊന്നുമില്ല, ഞാൻ പണ്ട് കുറെ നോക്കിയതാണ് എന്ന് വിചാരിച്ചിട്ട് ആ ഒരു തീരുമാനം നീട്ടി കൊണ്ടുപോകാനുള്ള ചാൻസ് PFT എന്ന തിങ്കിങ് സ്റ്റൈൽ ഉള്ളവർക്ക് കൂടുതലായിട്ട് വരുന്നു. അതേസമയം സൊല്യൂഷൻ ഫോക്കസ്ഡ് ബിഹേവിയർ ഉള്ളവർക്ക് എങ്ങനെയാണ്? അവർക്ക്
ഓക്കെ, അതല്ല. അവർക്ക് പ്രോ ആക്റ്റീവ് അപ്രോച്ച് ആയിരിക്കും. ഇനി മുന്നോട്ട് ഞാൻ ഏത് സ്റ്റെപ്പ് എടുക്കണം, എനിക്ക് ഓക്കെ ഇന്ന് എനിക്ക് 1 മണിക്കൂറൊന്നും നടക്കാൻ പറ്റില്ല, പക്ഷെ ഒരു 10 മിനിറ്റ് ഞാൻ നടക്കാം. അതേസമയം ഞാൻ ഷുഗറൊക്കെ കട്ട് ചെയ്യാം, എനിക്ക് ചെറിയ രീതിയിൽ മാത്രം ഷുഗറൊക്കെ കുറച്ചിട്ട് എനിക്ക് എൻ്റെ ഒരു ഗോളിലേക്ക് കൊണ്ടുപോകാൻ പറ്റും എന്നുള്ളതാണ്. അപ്പം ബിഹേവിയർ ആക്ഷൻസും നമുക്ക് ഈ ഒരു രീതിയിലാണ് ചെയ്യാൻ പറ്റുന്നത്. പിന്നെ നമുക്ക് ഇതിൻ്റെ കമ്പാരിസൺസും നോക്കാം. ഇതുവരെ നമ്മൾ പറഞ്ഞിട്ടുള്ളതിൻ്റെ ഒരു ജസ്റ്റ് ഒരു കമ്പാരിസൺസ് ഒന്നുകൂടെ ഒന്ന് ജസ്റ്റ് നോക്കാം. ഫോക്കസ് ഏതാണ് കൊടുക്കുന്നത് കൂടുതലും? ഏതാ കൊടുക്കുന്നത്? ഇന്ററാക്റ്റീവ് സെഷൻസ് എന്നുള്ള രീതിയിൽ നിങ്ങൾ എല്ലാവരും മിണ്ടാതിരിക്കാതെ പറഞ്ഞോളൂ. ഞാൻ ജസ്റ്റ് സ്ക്രീനിൽ നോക്കിയിട്ട് തന്നെ കാണാൻ പറ്റും. ഒരു PFTയിലെ ഏറ്റവും ഫോക്കസ് വരുമ്പോൾ ഏതിനകത്താണ് കൂടുതലും കൊടുക്കുന്നത്? Causes history. കോസസും ഹിസ്റ്ററിയും അല്ലേ ചന്ദ്ര മാം? അതിന്റെ ഒരു അതേസമയം സൊല്യൂഷൻ ആണെങ്കിൽ ഏതാണ്? Goals and Goals and possibilities. possibilities. ഗോൾസും Yes. പോസിബിലിറ്റീസും. അപ്പൊ ഇതിനകത്ത് ഏതാണ് നല്ലത്? കോസസ് ഹിസ്റ്ററി ആണോ അതോ ഗോൾസ് ആൻഡ് പോസിബിലിറ്റീസ് ആണോ? Goals and possibilities. ഗോൾസ് ആൻഡ് പോസിബിലിറ്റീസ് രണ്ടും വേണം അല്ലേ? ഒരു പ്രശ്നം വരുമ്പം നമ്മൾ അതിന്റെ 20% മാത്രം നമുക്കൊരു കോസസ് അറിയണം, അതിന്റെ ജസ്റ്റ് ഒരു ഹിസ്റ്ററി അല്ലെങ്കിൽ അതിന്റെ ഒരു കോസസ് അറിയണം, പക്ഷെ അത് വളരെ ചുരുക്കം മാത്രമായിരിക്കണം. അതിൽ സ്റ്റക്ക് ഓൺ ആവാതെ നെക്സ്റ്റ് ഗോളും പോസിബിലിറ്റീസ് എന്താണെന്ന് നോക്കിയിട്ട് മുന്നോട്ട് പോവുക. ഇനി അപ്രോച്ചിലേക്ക് വരുമ്പോഴോ രണ്ടിന്റെ ഏതാണ് മെയിൻ ഫോക്കസ്? ഒന്ന് ഏതാ? ഡയഗ്നറ്റിക് ഡിസൈനും. ആ, ഡയഗ്നോസ്റ്റിക്കും അതേപോലെ തന്നെ ഡിസൈൻസും. പിന്നെ മൈൻഡ് സെറ്റിലേക്ക് വരുമ്പം ബ്ലെയിം ആൻഡ് ഹെൽപ്നെസ് ഏതാ പ്രോബ്ലം ഫോക്കസിലേക്ക് വരും. അതേസമയം സൊല്യൂഷൻ ആണെങ്കിൽ ഒരു ഹോപ്പ് കാണും, അതേപോലെ തന്നെ ഒരു കൺട്രോൾ കാണും. പിന്നെ ഇമോഷൻസിലേക്ക് വരുവാണെന്നുണ്ടെങ്കിൽ സ്ട്രെസ്സും ഫ്രസ്ട്രേഷൻസും ആയിരിക്കും. അതേസമയം മറ്റേത് മോട്ടിവേഷൻസും കോൺഫിഡൻറ്റും വരും. പിന്നെ തിങ്കിങ് സ്റ്റൈലിലേക്ക് വരുവാണെന്നുണ്ടെങ്കിൽ എപ്പോഴും പ്രോബ്ലംസ് മാത്രമായിരിക്കും അവർ കാണുന്നത്, സീ ഹോൾസ്, എപ്പോഴും പ്രോബ്ലംസിലേക്ക് മാത്രമായിരിക്കും കാണുന്നത്. അതേസമയം സൊല്യൂഷൻ ആണെങ്കിൽ സീസ് ഓപ്പർച്യൂണിറ്റീസ് ആയിരിക്കും. അതേപോലെ തന്നെ നമ്മൾ ക്വസ്റ്റ്യൻസിലേക്ക് വരുവാണെന്നുണ്ടെങ്കിൽ ജനറേറ്റഡ് ഫിയർ, മറ്റേതാണെങ്കിൽ ജനറേറ്റഡ് ഹോപ്പ്. പിന്നെ ഔട്ട്കം എന്തൊക്കെയാ? നോളജ്, മറ്റേത് പ്രോഗ്രസ്. അപ്പൊ ബിഹേവിയറിലേക്ക് വരുവാണെങ്കിൽ ഒന്ന് സ്റ്റാളിങ് ആണെങ്കിൽ അടുത്ത മൊമെന്റോ ആയിരിക്കും. ഓക്കെ, അപ്പൊ അത് ക്ലിയർ ആണോ? രണ്ടിലുള്ള കമ്പാരിസൺസ് മനസ്സിലായോ? Yes, sir. ഓക്കെ, ഇനി നമ്മുടെ വിന്നിങ് ബാലൻസ് നോക്കാം. നമ്മൾ ഇതിനകത്ത് ഈ ഓരോ ആൾക്കാരെ വെച്ച് നോക്കുമ്പം ഇതിന്റെ തമ്മിലുള്ള വിന്നിങ് ബാലൻസ് എന്താണെന്ന് നോക്കാം. വിന്നിങ് ബാലൻസിലേക്ക് വരുവാണെന്നുണ്ടെങ്കിൽ ഈ PFT ആണെന്നുണ്ടെങ്കിൽ ബ്രീഫ് അനാലിസിസ് മാത്രമേ കാണുള്ളൂ. പക്ഷേ സൊല്യൂഷൻസ് ഫോക്കസ്ഡ് ആണെങ്കിൽ വേർ യു ഇൻവെസ്റ്റ് യുവർ എനർജി, നമ്മൾ ഇൻവെസ്റ്റ് ചെയ്യുന്ന എനർജി അനുസരിച്ച് നമുക്ക് ഏറ്റവും കൂടുതൽ കാര്യങ്ങൾ അച്ചീവ് ചെയ്യാനും നമുക്ക് നല്ലൊരു മുന്നോട്ടുള്ള ഒരു നല്ലൊരു വഴിയായിട്ട് ഈ ഒരു SFT ഫോക്കസ് തിങ്കിങ് ചെയ്യുന്ന ആൾക്കാർക്ക് കാണും. പിന്നെ അവോയ്ഡ് ആയിരിക്കും എപ്പോഴും ഈ ഒരു PFT കൊണ്ടുള്ള ആൾക്കാർക്ക് ഏറ്റവും കൂടുതൽ വരുന്നത്. ഒരുപാട് ടൈപ്പിലുള്ള പ്രോബ്ലംസുകൾ അവരുടെ ഈ ഒരു മൈൻഡ് സെറ്റ് മാത്രമാണെങ്കിൽ അവർ എപ്പോഴും നെഗറ്റീവ് മാത്രമേ ചിന്തിച്ചെടുക്കത്തുള്ളൂ. അവർ പോസിറ്റീവിലേക്കൊക്കെ വളരെ കുറഞ്ഞ രീതിയിലായിരിക്കും ചിന്തിക്കുന്നത്. അവർക്കൊരു പ്രോബ്ലത്തിനെ എല്ലാം അവർ കാണുന്ന നെഗറ്റീവ് വശമായിരിക്കും. നമുക്കിടയിലെ പല ആൾക്കാരും കാണും ഇങ്ങനെയുള്ള ആൾക്കാർ. നമ്മളൊരു പക്ഷേ ചുറ്റിനുള്ള ചിലപ്പോൾ ഓഫീസിൽ വർക്ക് ചെയ്യുന്നവരായാലും ശരി, നമ്മൾ എന്തെങ്കിലും ഒരു കാര്യങ്ങൾ നമ്മൾ അവരോട് എന്ന് പറയുമ്പം അവരതിൻ്റെ നെഗറ്റീവ് കാര്യങ്ങൾ മാത്രം നമ്മളോട്ട് എടുത്ത് പറയും. നീ അത് ചെയ്യണ്ട. ഇപ്പോൾ ഒരു ബിസിനസ് തുടങ്ങാൻ പോവുകയാണെങ്കിൽ പറയുന്നത്, ഓ ആ ബിസിനസ് തുടങ്ങിയാലും നീ അത് ക്ലോസ് ആവത്തതേ ഉള്ളൂ, നിനക്ക് ലോസ് വരത്തേ ഉള്ളൂ, നീ അത് ചെയ്യേണ്ട ആവശ്യമില്ല, നീ ഇപ്പം തന്നെ പോകുന്നത് തന്നെ അങ്ങനെ തന്നെ പോയാൽ മതി എന്നുള്ള നെഗറ്റീവ് കാര്യങ്ങളായിരിക്കും നമുക്ക് കൂടുതലും ആൾക്കാർ തരുന്നത്. പക്ഷെ നേരെ ഓപ്പോസിറ്റ് മറ്റുള്ളവരാണെങ്കിൽ നമുക്കൊരു പ്രതീക്ഷ തരും. അതിൻ്റെ പ്രോബ്ലംസ് ഇന്ന പ്രോബ്ലംസ് ഒക്കെ ഉണ്ടെന്ന് പറഞ്ഞു തരികയും അതോടൊപ്പം തന്നെ നമുക്ക് അതിന് വേണ്ടിയിട്ട് നെക്സ്റ്റ് സ്റ്റെപ്പ് എടുക്കാൻ വേണ്ടിയിട്ടുള്ള കാര്യങ്ങൾ ചെയ്തു തരികയും ചെയ്യും. അപ്പം നമ്മളെപ്പോഴും കൂടെ നിൽക്കുമ്പോൾ നമ്മൾ ചിന്തിക്കുക, നമ്മൾ ഏത് ഫ്രണ്ട്സാണ് നമ്മുടെ ലിസ്റ്റിലുള്ളത്, അല്ലെ ഏത് ആൾക്കാരെയാണ് നമ്മൾ കൂടെ കൂട്ടുകയായിട്ടുള്ളത് എന്ന് ചിന്തിച്ചിട്ട് നമുക്ക് ഗുണമായിട്ടുള്ള ആൾക്കാർ മാത്രമായിരിക്കണം നമ്മൾ റിലേഷൻഷിപ്പ് കീപ്പ് ചെയ്യേണ്ടത്. നെഗറ്റീവ് മൈൻഡ് സെറ്റ് ഉള്ള ആൾക്കാരുടെ കൂടെ നമുക്ക് മുന്നോട്ട് പോയി കഴിഞ്ഞാൽ നമുക്കും ഒരു സക്സസ് ഉണ്ടാക്കിയെടുക്കാൻ സാധിക്കുന്നില്ല എന്നാണ് ഈ ഒരു സമയത്തിൽ എനിക്ക് ജസ്റ്റ് ഒന്ന് ഓർമ്മപ്പെടുത്താനുള്ളത്. നമുക്ക് ഇനി നമ്മുടെ മൈൻഡ് സെറ്റ് ചൂസ് ചെയ്യുന്ന ഇതിലേക്ക് നോക്കാം. PFT ഇപ്പൊ ഈ പറഞ്ഞ പോലെ തന്നെ PFT എപ്പോഴും നമ്മുടെ എനർജി ലോസ് ചെയ്യുകയും നമ്മളെപ്പോഴും പിന്നിലേക്ക് വലിക്കുകയും ചെയ്യുമ്പോൾ SFT നമുക്കൊരു നല്ലൊരു എനർജി തരികയും നമുക്ക് മുന്നോട്ടുള്ള നമ്മുടെ ഒരു സക്സസിന് വേണ്ടിയിട്ടുള്ള കാര്യങ്ങൾ ചെയ്യുകയും ചെയ്യുന്നു. അപ്പം ഇതിനകത്ത് ഏത് മൈൻഡ് സെറ്റാണ് വേണ്ടതെന്ന് നിങ്ങൾ ഓരോരുത്തരും ചൂസ് ചെയ്യുക, നിങ്ങൾ ഓരോരുത്തരും ചിന്തിക്കുക, അതനുസരിച്ച് മുന്നോട്ടുള്ള സ്റ്റെപ്പുകൾ എടുക്കുക എന്നുള്ളതാണ് ഈ ഒരു ചുരുങ്ങിയ സമയത്ത് എനിക്ക് നിങ്ങളോട് പറയാനുള്ളത്. അപ്പം ഇതാണ് ഏകദേശം ഒരു മൈൻഡ് സെറ്റിനെ പറ്റി ജസ്റ്റ് ഞാനൊന്ന് പറഞ്ഞിട്ടുള്ളത്. ഇതിനകത്ത് ഏതെങ്കിലും രീതിയിലുള്ള ഡൗട്ടുകളോ നിങ്ങൾക്ക് ആഡ് ഓൺ ചെയ്യാനോ മറ്റു കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ പറയാം.
എന്തെങ്കിലും സംശയങ്ങളോ ഒക്കെ ഉണ്ടെങ്കിൽ നമുക്ക് ഇവിടെ ചർച്ച ചെയ്യുകയും ചെയ്യാം. ജസ്റ്റ് ഒന്ന് ഡെഫിഷൻ ഞാൻ പെട്ടെന്നൊന്ന് പറഞ്ഞു പോയെന്നേ ഉള്ളൂ കേട്ടോ. ഇനി നിങ്ങളുടെ ആഡ്-ഓൺസ്, ഡൗട്ടുകൾ, നമുക്കൊരു പ്രോബ്ലംസ്, നിങ്ങൾ ആരെങ്കിലും നിങ്ങളുടെ മേഖലകളിൽ എന്തെങ്കിലും ഒരു പ്രോബ്ലംസ് ഫേസ് ചെയ്യുന്നുണ്ട് എങ്കിൽ ഉറപ്പായിട്ടും ചോദിച്ചോളൂ, നമുക്ക് ഡിസ്കസ് ചെയ്യാം. അല്ലാതെ ഒരു തിയറിക്കലായിട്ടുള്ള ഒരു ക്ലാസ് പോലെ മാത്രമല്ല, ഇവിടെ സൈക്കോളജിസ്റ്റ് ഉണ്ട്, അതുപോലെ തന്നെ പല മേഖലകളിൽ വർക്ക് ചെയ്യുന്നവരുണ്ട്. നമുക്ക് നമ്മുടെ എക്സ്പീരിയൻസുകൾ പറയാം. സമയം കളയാതെ നമുക്ക് ആ ഒരു ടോപ്പിക്കിന്റെ മറ്റുള്ള വശങ്ങളിലേക്കൊക്കെ പോകാം. ഫൈസൽ സാറേ, ഞാൻ ആ സാറിനോട് തന്നെ ചോദിച്ചോട്ടെ. സാർ ഒരു വിംബിൾ എന്ന് പറയുന്ന ഒരു അക്കാദമി നടത്തിക്കൊണ്ടിരിക്കുന്നുണ്ട് അല്ലേ? ഉം. മാഷാല്ലാ, അത്യാവശ്യം കുഴപ്പമില്ലാത്ത രീതിയിൽ അവര് ഓക്കെ, ഈ ഒരു അക്കാദമി മുന്നോട്ട് കൊണ്ടുപോകുന്നുണ്ട്. അപ്പൊ സാറിന് ചിലപ്പോൾ ഈ ഒരു മേഖലകളിൽ ഒരുപാട് രീതിയിലുള്ള പ്രോബ്ലംസുകളൊക്കെ നേരിടേണ്ടി വന്നിട്ടില്ലേ? ഇപ്പോൾ മോർണിംഗ് സെഷൻസ് ഉണ്ട്, ട്രെയിനർ സ്റ്റോക്ക് ഉണ്ട്, പല ക്ലാസ്സുകളും വെബിനാറുകൾ, പിന്നെ ഇത് കൂടാതെ പല പല കോഴ്സുകളും സാറ് ഇതിലൂടെ നടത്തുന്നുണ്ട്. അപ്പൊ ഏതെങ്കിലും ഒരൊക്കെ സമയത്ത് ചിലപ്പം സ്റ്റുഡൻസിനെ കിട്ടാതെ വരുന്ന അവസ്ഥ വരാം, അല്ലെങ്കിൽ ടീച്ചിങ് എടുക്കുന്ന ടൈമിൽ ആ ഒരു സാറിനെ ചിലപ്പോൾ ഇപ്പം സാറൊക്കെ CBT ക്ലാസ് ഒക്കെ എടുത്ത് നല്ല രീതിയിൽ മുന്നോട്ട് പോകുന്നു, ഒരുപാട് ക്ലാസ്സുകളൊക്കെ വരുന്നത്. പക്ഷെ ഞാൻ ബാച്ച് ചെയ്ത സമയത്ത് ആ ഒരു ടൈമിൽ സാറ് ഞാൻ കണ്ടതാണ്, വളരെ കുറഞ്ഞ ഒരു ആൾക്കാർ മാത്രമേ ആ ഒരു സമയത്ത് സ്റ്റുഡൻ്റ് ആയിട്ടുള്ളത്. പക്ഷേ നെക്സ്റ്റ് ബാച്ചിൽ സാറിന് ഒരുപാട് സ്റ്റുഡൻസിനെ കിട്ടുകയും ചെയ്തു. ഉം. പക്ഷെ ആ ഒരു സാർ ആ ഒരു ടൈമില് ഓക്കെ, ഇത്രയും ആൾക്കാരേ ഉള്ളൂ, അവരെ ഞാൻ നെക്സ്റ്റ് ബാച്ചിലോട്ട് ആഡ് ചെയ്യാതെ അത് ഇങ്ങനെ തന്നെ പോകണം എന്ന് സാർ ആ ഒരു ക്വാളിറ്റി തന്നെ, ഇത് ഒരുപക്ഷെ ഒരു 50-100 കുട്ടികൾക്ക് കൊടുക്കുന്ന ആ ഒരു ക്വാളിറ്റിയിൽ തന്നെ ആ ഒരു കുറഞ്ഞ ബാച്ചിലുള്ള സ്റ്റുഡൻസിന് പോലും സാറിന് കൊടുക്കാൻ സാധിച്ചു. അത് സാറ് ഏത് രീതിയിലുള്ള തിങ്കിങ് സ്റ്റൈൽ, അല്ലെങ്കിൽ ഏത് രീതിയിലാണ് സാറിന് ആ ഒരു രീതിയിലേക്ക് നയിച്ചതെന്ന് അറിയാൻ എനിക്ക് ആഗ്രഹം. ഓക്കെ ഓക്കെ. അല്ല, ഇതില് നമ്മളെ സംബന്ധിച്ചിടത്തോളം നേരത്തെ ഇവിടെ അൻസാറൊക്കെ പറഞ്ഞതുപോലെ തന്നെ ഓരോ സാഹചര്യങ്ങൾക്കനുസരിച്ചിട്ട് അഡ്മിഷൻസ് കൂടാം കുറയാം, പ്രോഫിറ്റ് കൂടാം കുറയാം, ഇതൊക്കെ സ്വാഭാവികമാണ്. പക്ഷെ നമ്മളെപ്പോഴും ഒരു കസ്റ്റമർ സൈഡിൽ നിന്നിട്ടാണ് എപ്പോഴും ആലോചിക്കുക. യെസ്. നമ്മളാണ്, ഇപ്പൊ ഞാനാണ് അഡ്മിഷൻ എടുക്കുന്നത്, എപ്പോഴും ഞാൻ ചിന്തിക്കുക അങ്ങനെയാണ്. ഒരു കോള് വന്നാലോ, അതല്ലെങ്കിൽ ഒരു അഡ്മിഷൻ എടുത്താലോ, ഒരാൾ കോഴ്സിലേക്ക് ജോയിൻ ചെയ്താലോ, ഞാനായിരുന്നു അഡ്മിഷൻ എടുത്തിരുന്നെങ്കിൽ ഞാൻ എങ്ങനെയാണ് ചിന്തിക്കുക എന്നുള്ളതാണ്. അപ്പോൾ ഞാൻ അഡ്മിഷൻ എടുത്തു, അപ്പോൾ അതിനുശേഷം പിന്നെ ആ കോഴ്സ് ഇല്ല, അല്ലെങ്കിൽ ഇപ്പോഴില്ല എന്ന് പറയുമ്പോൾ സ്വാഭാവികമായിട്ടും എനിക്ക് ഞാനൊരു ഒരു നെഗറ്റീവ് മാർക്ക് ഇടുമല്ലോ. ഓക്കെ, അപ്പൊ തീർച്ചയായും. തീർച്ചയായിട്ടും കസ്റ്റമറെ സാറ്റിസ്ഫൈ ചെയ്യണം, അല്ലെങ്കിൽ സ്റ്റുഡൻസിനെ സാറ്റിസ്ഫൈ ചെയ്യണം എന്നുള്ളിടത്താണ് നമ്മൾ എപ്പോഴും ഫോക്കസ് ചെയ്യുക. അതിനനുസരിച്ചിട്ട് ഫാക്കൽറ്റീസിനോട് അങ്ങനെ പറഞ്ഞു വെച്ചിട്ടുണ്ട്. അതായത് അതേപോലെ തന്നെ മെമ്പേഴ്സ് ഉണ്ടാവുക എന്നുള്ളത് മാത്രമല്ല, ഇപ്പൊ നമ്മള് ഒരാളുണ്ടെങ്കിലും രണ്ടാളുണ്ടെങ്കിലും ചില സമയത്ത് ഒരാൾ പോലും ലൈവിലില്ലെങ്കിലും ഓൺ ടൈമിന് സ്റ്റാർട്ട് ചെയ്തോളാനാണ് ഫാക്കൽറ്റീസിനോട് പറഞ്ഞിട്ടുള്ളത്. 7 o'clock ആണെങ്കിൽ 7 o'clock ആരും ജോയിൻ ചെയ്തിട്ടില്ലെങ്കിലും റെക്കോർഡ് സ്റ്റാർട്ട് ചെയ്യുക, നിങ്ങൾ എന്ത് ചെയ്യുക, കാരണം അവിടെ സമയത്തിനും വിലയുണ്ട് എന്നുള്ളതാണ്. അപ്പൊ ആ നിലക്ക് മാക്സിമം പോയി കഴിഞ്ഞാൽ ഒരു 5 minutes ഒക്കെ അത്ര ലേറ്റ് പിന്നെ അവിടെ വെയിറ്റ് ചെയ്യുള്ളൂ. അവിടെ സ്റ്റാർട്ട് ചെയ്യുക എന്നുള്ളതാണ്. അവിടെ വേറെ പിന്നെ നമ്മൾ ആരും വെയിറ്റ് ചെയ്യേണ്ടതില്ല. അപ്പൊ ആ രീതിയിൽ അങ്ങനെ എല്ലാവരോടും പറഞ്ഞു വെച്ചിട്ടുണ്ട്, അവരെല്ലാവരും അത് ഫോളോ ചെയ്യുന്നു, ആ രീതിയിൽ മുന്നോട്ട് പോകുന്നു. അപ്പൊ അതിൽ നമുക്ക് ഇനി അവിടെ നമുക്ക് എന്തെങ്കിലും ഒരു ലാഗ് വന്നു കഴിഞ്ഞാലും ആ ഒരു ട്രസ്റ്റ് നഷ്ടപ്പെടാതിരിക്കാൻ മാക്സിമം നോക്കുന്നു എന്നുള്ളതാണ്. അത് ഉറപ്പായിട്ടും അതിനകത്ത് ഈ സാർ എടുത്തു പറഞ്ഞപ്പോൾ എനിക്കൊരു കാര്യം ഓർമ്മ വന്നത്, ഒരു ദിവസം നിസാർ സാറിന്റെ ക്ലാസ്സിലെ ലൈവിൽ ആരും ഇല്ലായിരുന്നു, പക്ഷെ സാറ് തന്നെ ക്ലാസ് എടുത്ത് പോവുകയും ചെയ്തു. പിറ്റേ ദിവസമാണ് ഞങ്ങൾ അറിയുന്നത് ഞങ്ങൾ ആരും ജോയിൻ ആയിട്ടില്ലായിരുന്നു എന്നുള്ളൊരു കേസ്. പക്ഷേ റെക്കോർഡ് സെക്ഷൻസ് അവൈലബിൾ ആണ് ഞങ്ങൾക്ക്. അപ്പം അതാ ഞാൻ പറഞ്ഞത്, സാറിന് ഇന്ന് ആരും ഇല്ലാന്ന് വെച്ചിട്ട് വേണമെങ്കിൽ നെക്സ്റ്റ് ഡേയിലേക്ക് ക്ലാസ് മാറ്റാമായിരുന്നു. പക്ഷേ അവിടെ പോലും ആ ആ, എന്താണോ ഞങ്ങൾക്ക് തന്ന മെസ്സേജ്, ആ മെസ്സേജ് അവിടെ പ്രൂവ് ചെയ്തതാണ്. അപ്പൊ സാറ് പോലും നമ്മളെ ഒരു പ്രോബ്ലത്തിനെ പോലും ഫോക്കസ് ചെയ്യാതെ അതിന്റെ സൊല്യൂഷൻസ് എന്താണെന്ന് ഓൾറെഡി മൈൻഡിൽ കണ്ടുകൊണ്ട് ആ ഒരു സ്ഥാപനത്തിന് വേണ്ടിയിട്ട് മറ്റുള്ള വരുന്ന ആൾക്കാരെ ആ ഒരു വിശ്വാസം അടിയുറപ്പിച്ച് വിശ്വസിപ്പിക്കാൻ ആ ഒരു രീതിയിലേക്ക് തന്നെ മുന്നോട്ട് കൊണ്ടുപോകാൻ വേണ്ടിയിട്ടുള്ള സ്റ്റെപ്പുകൾ ഓൾറെഡി എടുത്തു വന്നു. സാറിന്റെ വാക്കിലൂടെ ഇപ്പം ക്ലിയർ ആയിട്ട് മനസ്സിലായി. താങ്ക് യു സാർ. വേറെ ആരെങ്കിലും ഇതേപോലെ നിങ്ങളുടെ മേഖലകളിൽ വർക്ക് ചെയ്യുന്നതിനകത്ത് എന്തെങ്കിലും പറയാനുണ്ടോ, അല്ലെങ്കിൽ നിങ്ങളുടെ സംശയങ്ങൾ ചോദിക്കാനുണ്ടോ? ജേക്കബ് സാർ. ആരും പറയാത്ത കാരണം ഞാൻ തന്നെ ഒരു പോയിന്റ് പറയാം.
ആ അതായത് പറഞ്ഞു വേണു ദിസ് സാർ. ടോക്ക് വാസ് വെരി ഗുഡ് അടിച്ചല്ലേ. വളരെ യു മേഡ് ഇറ്റ് വെരി സിമ്പിൾ. ഐ സൈൻ ദാറ്റ് വൺ PFT ആൻഡ് SFT. അതിന് ശരിക്കും ഇംഗ്ലീഷിൽ രണ്ട് സിമ്പിൾ വാക്കുണ്ട്, രണ്ട് വേർഡ്സ് ഉണ്ട്. ഒന്ന് ഹൈൻസൈറ്റ് എന്ന് പറയും. ഹൈൻസൈറ്റ് എന്ന് പറഞ്ഞാൽ ലുക്കിംഗ് ബാക്ക് ആൻഡ് അനലൈസിങ്, അതാണ് ഹൈൻസൈറ്റ്. ഫോർസൈറ്റ് എന്ന് പറയുന്നതാണ് മുന്നോട്ട് നോക്കിയിട്ട് ആ സൊല്യൂഷനിലോട്ട് പോകുന്നത്. ഇപ്പൊ ഒരു എക്സാമ്പിൾ നമ്മുടെ നാട്ടിൽ നടന്നത് ഒരുപാട് ഇപ്പോഴത്തെ ലേറ്റസ്റ്റ് കറണ്ട് ആയിട്ടുള്ള ഒരു ഇതാണ് ഞാൻ പറഞ്ഞു വരുന്നത്. ഈ താരിഫ്, അമേരിക്കയിലുള്ള താരിഫ് കാരണം നമ്മുടെ അവിടുത്തെ എക്സ്പോർട്ട് ഏതിനൊക്കെയാണ്, ഗാർമെന്റ്സ്, ടെക്സ്റ്റൈൽസ്, അത് കംപ്ലീറ്റ് ആയിട്ട് ഈ 50% താരിഫ് വെച്ചോടുകൂടി ഇതായി. ഇൻക്ലൂഡിങ് നമ്മുടെ കീറ്റെക്സിന്റെ സാബുവിന്റെ തെലങ്കാനയിൽ തുടങ്ങിയ ഫാക്ടറി ഉള്ളത് ഇല്ല. എത്രയോ പേർക്ക് ജോലി നിൽക്കാൻ പറ്റത്തില്ല. കാര്യം എക്സ്പോർട്ട് ചെയ്തല്ല, അമേരിക്കയിലെ പിള്ളേർ എക്സ്പോർട്ട് ചെയ്യേണ്ടുന്നത്. പ്രോബ്ലം വന്നു. സോ ഫസ്റ്റ് ഈ സ്പെൻഡ് കുറച്ച് സമയം വെച്ചിട്ട് എന്താണ് ഈ പ്രോബ്ലം, ഇനി സൊല്യൂഷൻ. അയ്യോ എന്ത് ചെയ്യും, ഇങ്ങനെ ആയല്ലോ, എപ്പോഴും ശരിയാവും എന്ന് പറഞ്ഞാൽ ശരിയാകത്തില്ല. ഹെൽപ്ലെസ് ആൻഡ് യു വിൽ ഫീൽ ഫ്രസ്ട്രേറ്റഡ്. പുള്ളി ഉടൻ തന്നെ എന്ത് ചെയ്തു, ശരി ഇനി എന്താണ് മാർഗം. ഹി വാസ് എക്സ്പോർട്ടിങ് ടു ഓൺലി അമേരിക്ക. അപ്പൊ പുള്ളി ഉടൻ തന്നെ നേരെ ഡൊമസ്റ്റിക് മാർക്കറ്റ്, ഇന്ത്യയിൽ പോലും പുള്ളി വിൽക്കുന്നില്ലായിരുന്നു, മറ്റു രാജ്യങ്ങളിൽ ഇല്ലായിരുന്നു. സോ പുള്ളിക്കാരൻ കിഴക്കമ്പലത്തില് ഒരു ചെറിയൊരു ഷോറൂം ഒരെണ്ണം, ഔട്ട്ലെറ്റ് പോലെ ഒരെണ്ണം തുറന്നു നോക്കി എങ്ങനെ ഉണ്ടെന്നൊക്കെ. ഒരു ദിവസം 10 ലക്ഷത്തിന്റെ ബിസിനസ്. ഒരു മാസം എത്രയായി ഒന്ന് ആലോചിച്ച് നോക്കിയേ. 2.5 കോടി 25 ദിവസമാണെങ്കിൽ. ഉടനെ തന്നെ ഹി ഫൗണ്ട് ഔട്ട് സൊല്യൂഷൻ ഫോക്കസ്ഡ് ഇതായി. ദെൻ എക്സ്പോർട്ടിങ് ടു അതർ കൺട്രീസ്. അതിന് ഏറ്റവും ഫേവറബിൾ ആയിട്ട് ഇപ്പൊ യൂറോപ്യൻ യൂണിയനും ഇന്ത്യയുമായിട്ടുള്ള ട്രേഡ് അഗ്രിമെന്റ് വന്നതോടുകൂടി എന്തായി, യൂറോപ്പില് 40 കോടി ജനമുണ്ട് 27 രാജ്യങ്ങളിലായിട്ട്. അമേരിക്കയിൽ വെറും 33 കോടി ജനമേ ഉള്ളൂ. 40 കോടി ജനത്തിന് ഇത് ഇത്രയും എക്സ്പോർട്ട് ചെയ്യാനുള്ള ഓപ്പർച്യൂണിറ്റി. സോ ദാറ്റ് ഈസ് ഹൗ ദി ഗവൺമെന്റ് ഓൾസോ അപ്രോച്ച് ചെയ്ത്. ഗവൺമെന്റ് നോക്കുകയാണ് ഇതൊരു ഇഷ്യൂ ആണ്, പ്രോബ്ലം ആണ്. സോ ദാറ്റ്സ് വാട്ട് ഐ വാണ്ട് ടു സേ. സോ ഹൈൻസൈറ്റ്, ഫോർസൈറ്റ് ആൻഡ് ദി റിയൽ എക്സാമ്പിൾ എങ്ങനെയാണ് ഇത് ഹാൻഡിൽ ചെയ്യുന്നത്. താങ്ക് യു. താങ്ക് യു വേണു സാർ. ഇപ്പം വേണു സാറ് സൂചിപ്പിച്ച പോലെ തന്നെ നമ്മൾ ചിലപ്പോൾ ഏതെങ്കിലും ഒരു മേഖലകളിൽ ഭയങ്കര വലിയ ബിസിനസ് ചെയ്യുന്നവരാണെങ്കിൽ പോലും, ചെറിയ ആൾക്കാരായാലും പോലും വലിയ ആൾക്കാരായാലും പോലും, ഇപ്പൊ ഏറ്റവും അടുത്തൊരു ഉദാഹരണം CJ റോയ്, നമ്മുടെ കോൺഫിഡൻറ്റ് ഗ്രൂപ്പില് അദ്ദേഹം കഴിഞ്ഞ ദിവസം മരണപ്പെട്ടു. ഒന്ന് ആലോചിച്ച് നോക്കൂ, എത്രത്തോളം അദ്ദേഹം ഇതുവരെ അദ്ദേഹത്തിന്റെ ഏറ്റവും വലിയൊരു ക്വാളിറ്റി എന്ന് പറയുന്നത് അദ്ദേഹത്തിന് ഡെബിറ്റ് ഇല്ല എന്നുള്ളത്. അതായത് അദ്ദേഹം ഇതേപോലെ ബാങ്കിൽ നിന്ന് ലോണോ മറ്റു കാര്യങ്ങളൊന്നും എടുക്കാതാണ് അദ്ദേഹത്തിന്റെ ബിസിനസ് ഇതുവരെ ചെയ്തു പോകുന്നത്. അപ്പൊ അങ്ങനെ മുന്നോട്ട് പോകുന്ന ഒരാൾക്ക് പോലും ഒരു പ്രശ്നം വന്ന സമയത്ത്, ആ പ്രശ്നത്തിലേക്കൊന്നും നമ്മൾ പോകുന്നില്ല, പക്ഷെ ആ ഒരു പ്രശ്നം വന്ന സമയത്ത് അതിനെ അതിജീവിക്കാൻ പറ്റുന്നില്ല. ആ സ്പോട്ടിന് അദ്ദേഹം എടുത്ത തീരുമാനം എന്താണ്? ലൈഫ് അവസാനിപ്പിക്കുക എന്നുള്ളതാണ്. നമ്മൾ അതിജീവിക്കാനുള്ള ഒരു ചിന്ത അവർക്കില്ല എന്നുള്ളതാണ്. എന്തൊരു കാര്യത്തിലായാലും നെക്സ്റ്റ് ഒരു സ്റ്റെപ്പ് ഉണ്ട് എന്നുള്ള ഒരു തിങ്ക് ആ ഒരു സമയത്ത് വരുന്നില്ല. അതുകൊണ്ട് എന്താ സംഭവിച്ചത്? അത്രത്തോളം വലിയൊരു മനുഷ്യന്റെ ലൈഫ് പോലും ഇന്ന് അവസാനിപ്പിച്ചിട്ടുള്ള ഒരു കാര്യമാണ് നമ്മളൊക്കെ മുന്നിൽ കഴിഞ്ഞ ദിവസത്തെ നമ്മൾ കണ്ടത്. അപ്പം ഇതിനൊക്കെ മുൻകൂട്ടി ഒരു നോളജ് വേണം, ഒരു അറിവ് വേണം. നമ്മൾ എന്താണ് ചിന്തിക്കേണ്ടത്, എന്താണ് ചെയ്യേണ്ടത് എന്നുള്ള ഒരു നോളജ് ഉണ്ടെങ്കിൽ നമുക്കിനി ഒരു സിറ്റുവേഷൻ വരുന്ന സമയത്ത് ചിലപ്പോൾ ഒരു പക്ഷേ നമ്മളെ വേറെ ആരും സഹായിക്കാൻ കാണില്ല. നമ്മൾ തന്നെ ചിന്തിച്ച് അതിജീവിച്ച് മുന്നോട്ട് പോകാന്നുള്ളതാണ്. ജേക്കബ് സാർ. അതെ സാർ, സോറി സാർ കുറച്ച് ലോജിസ്റ്റിക് തിരക്കിലാണ്. ഓക്കെ കുഴപ്പമില്ല, ശരി. കേൾക്കുന്നുണ്ട്. ഐ എം ഹിയർ ഓൺലി. അല്ല, ഞാൻ ചോദിച്ചതാണ്, സാർ ലോജിസ്റ്റിക് മേഖലയിലാണ് വർക്ക് ചെയ്യുന്നതെന്നൊക്കെ അറിയാം. അപ്പൊ അവിടെ തന്നെ പല പല പ്രോബ്ലംസും വരില്ലേ? പ്രോപ്പർ ആയിട്ടുള്ള തീർച്ചയായും കൺസൈൻമെന്റ് വരാതിരിക്കുന്ന അവസ്ഥകളൊക്കെ വരും. അപ്പോഴും നമുക്കൊരു ആ ഒരു മേഖലയിൽ പോലും നമ്മൾ ചിന്തിക്കേണ്ട സ്റ്റൈലും വേറെ ഡിഫറെന്റ് അല്ലേ? വളരെയധികം ഇത് മിക്സ്ഡ് ആയിട്ടേ നമുക്ക് എന്താ പറയാ ഓപ്പറേറ്റ് ചെയ്യാൻ പറ്റത്തുള്ളൂ. ഏതെങ്കിലും ഒരു സ്റ്റൈലിൽ ഒരിക്കലും പിടിക്കാൻ പറ്റത്തില്ല. ഓരോ കസ്റ്റമറും ഓരോ രീതിയിലാണ്. ഒരു കസ്റ്റമറിന്റെ ഇടയിൽ തന്നെ കുഞ്ഞുങ്ങളെ പോലെ അവരെ കൊണ്ട് നടക്കണം. then only that relationship will continue. അതുകൊണ്ട് വി ഹാവ് ടു ഒരു മിക്സ്ഡ് അപ്രോച്ച് ആണ് എപ്പോഴും എല്ലാവരുമായിട്ടും. ഓക്കെ, താങ്ക് യു സാർ. റാബി മാം കേൾക്കുന്നുണ്ടോ? കേൾക്കുന്നുണ്ട്. മാം ടീച്ചർ അല്ലേ? അപ്പം കുട്ടികളുടെ ഭാഗത്തു നിന്ന് പല രീതിയിലുള്ള പ്രോബ്ലംസ് വരുമ്പോൾ മാം ഏത് രീതിയിലായിരിക്കും അതിനെ ആ ഒരു സ്റ്റൈലിൽ തിങ്ക് ചെയ്യുന്നത്? അത് കൂടുതലും കുട്ടികളുടെ ഭാഗത്ത് കുട്ടികളുടെ ഇമോഷൻസിനെ കൺസിഡർ ചെയ്യുന്ന സമയത്ത്
ആ ഇഷ്യൂസ് കുറെയൊക്കെ നമുക്ക് ഒരു സൊല്യൂഷൻ കണ്ടുപിടിക്കാൻ പറ്റും എന്നാണ് തോന്നിയിട്ടുള്ളത്. അവര് പറയുന്ന വാക്കുകൾ മാത്രം കേൾക്കുന്നതിനപ്പുറത്തേക്ക് എന്തുകൊണ്ടാണ് അവരിങ്ങനെ പറയുന്നത്? ഇപ്പൊ കുട്ടികളിൽ മെയിൻ ആയിട്ട് നമ്മൾ സാധാരണ നമ്മളുടെ കാലഘട്ടത്തിലൊക്കെ നമ്മൾ ഫ്രണ്ട്സിനെ പേരാ വിളിക്കുന്നത്. അറ്റ്ലീസ്റ്റ് ഡാന്നോ അങ്ങനെയൊക്കെ ആയിരിക്കും വിളിക്കേണ്ടത്. നിങ്ങളുടെ അവിടെ എനിക്ക് അറിയില്ല, പക്ഷെ ഞാനിപ്പോ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്ന സ്കൂളിലാണെങ്കിലും ഇപ്പൊ കഴിഞ്ഞ സ്കൂളിലൊക്കെ തന്നെ കുട്ടികൾ ഭയങ്കര മോശമായിട്ടുള്ള വേർഡ്സ് ഉപയോഗിക്കുന്നതൊക്കെ നമുക്ക് അത്ഭുതം തോന്നും. ഓക്കെ, അപ്പൊ നമുക്ക് ഒറ്റയടിക്ക് നമ്മൾ അവരെ എന്തുകൊണ്ട് അങ്ങനെ പറയുന്നു എന്ന് പറഞ്ഞിട്ട് ഓടിപ്പോയിട്ട് നമുക്ക് എന്തിനാ ഇങ്ങനെ തെറ്റായി പറഞ്ഞ്, എന്തിനാ ഇങ്ങനെ തെറ്റായി പ്രവർത്തിച്ച്, എന്തിനാ തെറ്റായി നോക്കി എന്ന് നമുക്ക് ചോദിക്കാൻ പറ്റില്ല. അതിനൊരു കാരണം ഉണ്ട്. അവര് പറയുന്നതിനൊപ്പം തന്നെ അവരുടെ ഇമോഷൻസിനെ കൂടി നമ്മൾ കേൾക്കുന്ന സമയത്താണ് നമുക്ക് അവർക്കൊരു സൊല്യൂഷൻ എന്താന്ന് പറഞ്ഞു കൊടുക്കാൻ പറ്റുള്ളൂ. നമ്മൾ സാധാരണ കുട്ടികൾ പറയുമ്പോൾ ആ പറച്ചില് മാത്രമേ കേൾക്കാറുള്ളൂ, അവരുടെ ഇമോഷൻ കൺസിഡർ ചെയ്യാറില്ല പലപ്പോഴും. നമുക്ക് ഇവരിങ്ങനെ പറയുന്നു, അല്ല തെറ്റ് ചെയ്തു, എന്തുകൊണ്ട് തെറ്റ് ചെയ്തു, അല്ലെങ്കിൽ ആ തെറ്റ് ചെയ്യാനുള്ള ഒരു കാരണം ഉണ്ടാവും അല്ലെ? അതിലേക്ക് കാരണത്തിലേക്കല്ല നോക്കാറ്, തെറ്റിലേക്ക് മാത്രമാണ് നമ്മൾ നോക്കുമ്പോഴാണ് നമുക്ക് അതിന് ശരിക്കൊരു അപ്രോച്ച് നമുക്ക് എടുക്കാൻ പറ്റാതിരിക്കുക. അപ്പോ ഞാൻ സാധാരണ അങ്ങനെ ചെയ്യാറുണ്ട്. അപ്പൊ ഒരു സൊല്യൂഷൻ കണ്ടെത്താൻ പറ്റുമെന്നാണ് എൻ്റെ ഒരു വിശ്വാസം. ഓക്കെ, താങ്ക് യു റമി മാം, താങ്ക് യു. ഹംസക്ക ഇവിടെ ഉണ്ടോ? ലൈവിലുണ്ടോ? കേൾക്കുന്നുണ്ടോ? ഓക്കെ 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 മിനി മാം, ഓക്കെ, താങ്ക് യു. ഇനി വേറെ ആർക്കെങ്കിലും ആഡ് ഓൺ ചെയ്യാനുണ്ടോ? ഹുസൈൻ മാം, കുറെ ആൾക്കാരുണ്ട്. സീന മാം, പേരെടുത്ത് ഞാൻ പറയുന്നില്ല എങ്കിലും നിങ്ങൾക്കായിട്ട്. റൌ സാറ് ലേറ്റ് ആയിട്ടാണോ വന്നേ? നേരത്തെ കണ്ടില്ല. അതെ, ഇപ്പൊ വന്നേ ഉള്ളൂ. ഓക്കെ, താങ്ക് യു. കേട്ടിട്ട് പറയാം. അനുഷ്ക മാം, താങ്ക് യു സർ. റെക്കോർഡിംഗ് കേട്ടിട്ട് പറയാം. താങ്ക് യു. ഓക്കെ 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 റൌ സാർ. അനാസ് ജി, നിങ്ങൾ ഈ CJ റോയിഡ് പറഞ്ഞത് കാരണം, ബിക്കോസ് ഓഫ് ദാറ്റ് ഐ തിങ്ക് ദാറ്റ് ഐ മസ്റ്റ് സേ സംതിങ്. അതുമായിട്ട് എന്നുവെച്ചാൽ ഒരു 5-6 കൊല്ലത്തിന് മുമ്പ് CCD അങ്ങനെ ഒരു ഇതിന്റെ ടോപ്പിൽ നിന്ന് ബാംഗ്ലൂരിലെ ഒരാൾ, അയാളും ഇതേപോലെ ഒരു പുഴയ്ക്കകത്ത് ചാടി ആത്മഹത്യ ചെയ്തു. ദാറ്റ് ഈസ് എ സിദ്ധാർത്ഥ് എന്ന് പറയുന്ന പുള്ളിക്കാരൻ. ഇവർ രണ്ടുപേർക്കും കോടിക്കണക്കിന് ബിസിനസ്സും എല്ലാം ഉള്ള രണ്ടുപേരും മരിക്കുന്നു. ഇവർക്ക് പ്രശ്നം മൈൻഡ് സെറ്റ്. നിങ്ങളുടെ ടോപ്പിക് മൈൻഡ് സെറ്റ്. അവരുടെ മൈൻഡ് സെറ്റ് ഒന്ന് ആലോചിക്കേ. ED ഒന്ന് റെയ്ഡ് ചെയ്യുന്നു, ഇൻകം ടാക്സ് റെയ്ഡ് ചെയ്യുന്നു, ഈ രാഷ്ട്രീയക്കാരന്റെ ചിദംബരം, മറ്റേത് എത്രയോ പേരുടെ ഇതിൽ അജിത് പവാർ, എന്നിട്ട് ആരെങ്കിലും ആത്മഹത്യ ചെയ്തോ? ഇല്ല. അതാണ് ആ പൊളിറ്റീഷ്യൻസിന്റെ മൈൻഡ് സെറ്റ് ആണ് ഒന്ന് ഡെവലപ്പ് ചെയ്യേണ്ടത്. പൊളിറ്റീഷ്യൻസിന്റെ മൈൻഡ് സെറ്റ് ഉണ്ടെങ്കിൽ ഒരു പ്രശ്നവും ഒന്നും വരത്തില്ല. ദാറ്റ് ഇസ് വാട്ട് ഇറ്റ് ഈസ്. യെസ്, ഞാൻ അത് അതിൻ്റെ കൂടെ ആഡ് ഓൺ ചെയ്യാണ്. ഇപ്പം നമുക്ക് തന്നെ അറിയാം, ഇവിടെ ഏറ്റവും കൂടുതൽ ഇന്ന് കണ്ടുവരുന്നതാണ്, അതിൻ്റെ പേരെടുത്ത് ആരെയും ഞാൻ എടുത്ത് പറയുന്നില്ല, എങ്കിലും ഒരാളുടെ കാര്യം മാത്രം ജസ്റ്റ് പറയുകയാണ്. കഴിഞ്ഞ ദിവസം നമ്മൾ കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പ് ബസ്സിൽ വെച്ച്, നമുക്ക് ഇതിനകത്തൊരു കഴിഞ്ഞ വെബിനാറിൽ ഞാൻ തന്നെ എടുത്തൊരു ടോപ്പിക്കായിരുന്നു, ബസ്സിനകത്ത് വെച്ച് ദീപക് എന്ന് പറഞ്ഞൊരു യുവാവ് ആത്മഹത്യ ചെയ്ത ഒരു കേസ്. അപ്പൊ അദ്ദേഹത്തിന് ജസ്റ്റ് അദ്ദേഹത്തിന്റെ പേരിൽ ഒരു ചെറിയ രീതിയിലുള്ള ഒരു പ്രോബ്ലംസ് ഇങ്ങനെ ജസ്റ്റ് വന്നു, ഒരു ഹറാസ്മെന്റിനുള്ള ഒരു സിറ്റുവേഷൻസ് വന്നു. അതേപോലെ തന്നെ അതേ സിറ്റുവേഷൻസിന് തന്നെ ഇന്ന് കേരളത്തിൽ പോലും പല ആൾക്കാരുടെയും പേരിൽ ഒരുപാട് വലിയ ഹറാസ്മെന്റുകളൊക്കെ നേരിട്ട് കേസുകളും ജയിലും ഒക്കെ ആയിട്ട് അങ്ങനെ വലിയൊരു പ്രോബ്ലം നടന്നുകൊണ്ടിരിക്കുകയും ചെയ്യുന്നു. അപ്പം അങ്ങനെ അതിപ്പോ ഏത് മേഖല ആയിക്കോട്ടെ, സാംസ്കാരിക ആണെങ്കിലും രാഷ്ട്രീയ ഒന്നും ഞാൻ അവിടെ എടുത്തു പറയാൻ ഉദ്ദേശിക്കുന്നില്ല. പക്ഷെ ആ ഒരു മേഖലയിൽ അത്രത്തോളം വലിയൊരു പ്രോബ്ലം നേരിടുന്ന ഒരു വ്യക്തി ഇപ്പുറത്ത് ചെറിയൊരു രീതിയിലുള്ളവർ മാത്രം, അദ്ദേഹത്തിന് അതിനൊക്കെ കൂടുതൽ സപ്പോർട്ട് ഉണ്ടായിരുന്നു, പക്ഷെ അദ്ദേഹത്തിന് അത് അതിജീവിക്കാൻ പറ്റിയില്ല. അപ്പൊ ഇവരുടെ രണ്ടുപേരുടെയും മൈൻഡ് സെറ്റ് ഡിഫറെന്റ് ആയിരുന്നപ്പോഴത്തേക്കും ഒരാൾ ഇന്ന് ഈ ലോകത്ത് ജീവനോടുണ്ട്, മറ്റേ ആൾ ഇന്നില്ല. അപ്പം ആ ഒരു ഡിഫറൻസ് നമുക്ക് മുന്നിൽ തന്നെ റിയൽ എക്സാമ്പിൾ ആയിട്ട് പലരുടെ ലൈഫിൽ ഉണ്ട് എന്നുള്ളതാണ് ഇവിടെ സൂചിപ്പിക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നത്. ഓക്കെ, അപ്പം ഇനി വേറെ ആർക്കും ആഡോണോ മറ്റു കാര്യങ്ങളൊന്നും ചെയ്യാനില്ല, മറ്റു ഡൗട്ടുകളൊന്നും ഇല്ല എങ്കിൽ ചന്ദ്ര മാം. അനസ് സർ, വണ്ടർഫുൾ സെഷൻ. സാറുടെ Thank you, സെഷൻ ma'am. ആയതുകൊണ്ട് ഞാൻ മിസ് ചെയ്യാറില്ല. യു ടേക്ക് ഇൻ Thank you. സച്ച് എ വേ ദാറ്റ് വി ഇൻക്രീസ് അവർ നോളേജ്, സംതിങ് ന്യൂ ടോപ്പിക്. ആൻഡ് ഓൾറെഡി ഞങ്ങളൊക്കെ ഒരു ഗ്രൂപ്പ് ഓഫ് JK സർ, റോഫ് സർ ഒക്കെ ട്രെയിനേഴ്സ്, പ്രൊഫഷണൽ ട്രെയിനർ കോഴ്സ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്.
Appo this will always give us a motivation, knowledge, everything. So very nicely handle session. Examples kudukarundu, live examples kudukarundu. So hats off to you, sir. We Thank got a you. lot of information today. Then the topic also is very interesting. Pinne majority of us are PFT la പഠിക്കുന്നവരായിരിക്കും. അതിലിരുന്ന് നമ്മൾ ഈ SFT ലേക്ക് ഷിഫ്റ്റ് ചെയ്യാനുള്ള ഒരു മൈൻഡ് സെറ്റ് ഇന്ന് സർ എടുത്ത ശേഷം many of us will definitely try to and move on to നമ്മുടെ അപ്രോച്ച് ഒക്കെ മാറ്റിയിട്ട് എനിക്ക് ഞാൻ എപ്പോഴും പറയുന്നതാണ്, ഫൈസൽ സാറിനൊക്കെ അറിയാം, എനിക്ക് ഏറ്റവും വലിയ പ്രോബ്ലം ലാംഗ്വേജ് ആണ്. ഞാൻ ഈ ട്രെയിനിങ് സെഷൻ വന്നിട്ടും ഫ്ലുവൻ്റ് ആയിട്ട് സംസാരിക്കാൻ പറ്റില്ല, വേർഡ്സ് വായിൽ വരില്ല. പക്ഷെ ഞാൻ ശ്രമിക്കുന്നുണ്ട്. എൻ്റെ ടീംമേറ്റ്സും ഫൈസൽ സാറും അർച്ചന മാം ഒക്കെ നല്ലോണം എന്നെ എൻകറേജ് ചെയ്യുന്നുണ്ട്. ഹോപ്പ് ദാറ്റ് ഐ വിൽ ബി ഏബിൾ ടു ഡു സം ട്രെയിനിങ് സെഷൻസ് ഇൻ ദി ഷോർട്ട് സ്പാൻ ഓഫ് ടൈം. സാറുടെ ഒരു ഇതും എൻകറേജ്മെന്റ് ഒക്കെ ഡെഫിനറ്റ്ലി പോസിറ്റീവ് സൈഡിലേക്ക് ചിന്തിക്കാനുള്ള ഒരു മൈൻഡ് സെറ്റ് ഉണ്ട്. ഈവൻ ലീഗൽ പ്രോബ്ലം സർ പറയുന്ന മാതിരി ലീഗൽ ഫീൽഡിലും ഒരുപാട് പ്രോബ്ലംസ് ഉണ്ട്. ആ പ്രോബ്ലംസിനെ നമ്മൾ ഡെയിലി ബേസിസിൽ ഫേസ് ചെയ്യാനുള്ള ഒരു മൈൻഡ് സെറ്റ് നമുക്ക് വേണം. ആൻഡ് വാട്ട് എവർ ഇറ്റ് ഈസ്, ഫേസ് ടുഡേസ് പ്രോബ്ലം ആൻഡ് മൂവ് ഓൺ ഫോർ ദി നെക്സ്റ്റ് ഡേ എന്നുള്ള ഒരു ആറ്റിറ്റ്യൂഡ് നമ്മുടെ എല്ലാവരുടെ ഇടയിൽ ഉണ്ടാവണം. താങ്ക് യു. താങ്ക് യു. താങ്ക് യു. ചന്ദ്ര മാം ഒരു കാര്യം ചോദിച്ചോട്ടെ. ചന്ദ്ര മാം ഏത് ലാംഗ്വേജിന്റെ കേസാണ് പ്രോബ്ലം വരുന്നത്? മലയാളമാണോ? ബിക്കോസ് ഞാൻ ഇപ്പൊ കേരളത്തിലായതുകൊണ്ട് ഐ നീഡ് ടു നോ ഫ്രം ഡേ വൺ. ഞാൻ എന്നാ കേരളത്തിൽ ലാൻഡ് ആയി അന്ന് തൊട്ടിട്ട് ഫേസ് ചെയ്യുന്ന ഒരു ഇഷ്യൂ ആണ് മലയാളം. ദെൻ ഇപ്പൊ എന്താണ് സിറ്റുവേഷൻ പറഞ്ഞാൽ ഇംഗ്ലീഷ് ഐ ലോസ്റ്റ് ഇംഗ്ലീഷ് ഓൾസോ. കണ്ടിന്യൂറ്റി ഇല്ല, സ്പീക്കിംഗ് കണ്ടിന്യൂറ്റി ഇല്ല, സപ്പോർട്ട് എൻകറേജ്മെന്റ് ഇല്ലാതെ. ഞാൻ എന്റെ എക്സ്പീരിയൻസ് വെച്ചിട്ട് ഞാൻ ഇംഗ്ലീഷിൽ സംസാരിച്ചു കഴിഞ്ഞാൽ ഞാൻ ഏതോ ഒരു ഏലിയൻ ആണെന്നുള്ള രീതിയിൽ ട്രീറ്റ് ചെയ്യായിരുന്നു. സോ അങ്ങനെ വരുമ്പോ സർ പറയുന്ന മാതിരി എന്റെ മൈൻഡ് സെറ്റ് ഐ ലോസ്റ്റ് ദാറ്റ് പോസിറ്റീവ് മൈൻഡ് സെറ്റ് ലൂസ് ആയി. ഒരു കാര്യം പറഞ്ഞോട്ടെ. Yes, sir. നമ്മൾ കുറെ വർഷങ്ങൾക്ക് മുമ്പ് ഏഷ്യാനെറ്റ് പോലുള്ള ഒരു ഐഡിയ സ്റ്റാർസ് എന്ന് പറഞ്ഞ ഒരു പ്രോഗ്രാമില് ആങ്കറിംഗ് ആയിട്ട് വന്നത്, മലയാളം പരിപാടിയിൽ ആങ്കറിംഗ് ആയിട്ട് വന്നത് രഞ്ജിനി ഹരിദാസ് ആയിരുന്നു, അല്ലേ? Yes, അപ്പൊ yes, sir. അന്ന് I കുറെ know. ആൾക്കാരൊക്കെ ജസ്റ്റ് അവരുടെ ഇംഗ്ലീഷിനെ അവരുടെ മലയാളത്തിനൊക്കെ കളിയാക്കി ആ ഒരു രീതിയിലൊക്കെ പറഞ്ഞു. പക്ഷെ ഏറ്റവും കൂടുതൽ പേയ്മെന്റ് വാങ്ങിച്ചിരുന്നതും ആങ്കറിംഗ് എന്നുള്ള മേഖലയിലേക്ക് മറ്റുള്ള പല ലേഡീസും Yeah, പല yeah. ആൾക്കാരും വരാൻ കാരണമായിട്ടുള്ളതും ഈ പറഞ്ഞ വ്യക്തിയെ കണ്ടിട്ടാണ്, രഞ്ജിത് ഹരിദാസിനെ കണ്ടിട്ടാണ്. അപ്പൊ ഏറ്റവും Yes, കൂടുതൽ sir. ഇത്രയും വലിയ ഫേമസ് ആയിട്ടുള്ള ഒരു ചാനലിൽ പോലും അവസരം കിട്ടിയത് പ്രോപ്പറായിട്ട് മലയാളം സംസാരിക്കാൻ അറിയാത്ത ഒരു വ്യക്തിക്കായിരുന്നു. Yes. അപ്പൊ അത് മാം Yeah, നോക്കണ്ട. they മാമിന്റെ are ഈ all ഒരു ലാംഗ്വേജ്, motivations, sir. Yes. മാമിന്റെ ഈ ഒരു സംസാരങ്ങളും കാര്യങ്ങളൊക്കെ നമുക്ക് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ പറ്റുന്നുണ്ടോ? മേഡം ഉദ്ദേശിച്ച കാര്യം ക്ലിയർ ആക്കി കൊടുക്കാൻ പറ്റുന്നുണ്ടോ? അത് പറ്റുന്നുണ്ട്. പിന്നെ ഇംപ്രൂവ്മെന്റ്സ് ഏരിയാസ് എന്താണെന്ന് നോക്കിയിട്ട് ചെയ്യാം. Yeah. താങ്ക് യു. എനിവേ താങ്ക് യു. എനിക്ക് ഫീൽ ചെയ്തത് ഈ വിംബിൾ അക്കാഡമിയിലേക്ക് വന്നപ്പോ ഒരു പോസിറ്റീവ് ഫീലിംഗ് വന്നിട്ടുണ്ട്. ദാറ്റ് ഐ ക്യാൻ ഡു, ബട്ട് ഇറ്റ് വിൽ ടേക്ക് ടൈം. ബിക്കോസ് ട്രെയിനിങ് സെഷൻ കൊടുക്കുമ്പോൾ ഒരു സോറി ഫിഗർ കട്ട് ചെയ്യാൻ പാടില്ലല്ലോ സർ. സോ കുറച്ചുകൂടെ വിത്ത് എന്റെ ടീം സപ്പോർട്ടും ഫൈസൽ സർ, അർച്ചന മാം ഒക്കെ നല്ലോണം സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. ഐ വിൽ ബി ഏബിൾ ടു ഡു ഷോർട്ട്ലി. താങ്ക് യു സർ. ഓക്കെ, താങ്ക് യു. സാർ ടൈം ഓവർ ആയതുകൊണ്ട് ഞാൻ തിരിച്ച് സാറിലേക്ക് തന്നെ വരുന്നു. ഓക്കെ, താങ്ക് യു അനസ്. വളരെയധികം സന്തോഷം. വളരെ മനോഹരമായിട്ടുള്ള ഒരു സെഷൻ ആയിരുന്നു. നല്ല PPT ഒക്കെ വെച്ച് വളരെ ലളിതമായി വളരെ സുന്ദരമായിട്ട് തന്നെ ഒരു ക്ലാസ് ഇങ്ങനെ ഒരു ഫ്ലോയിൽ മുന്നോട്ട് പോയി. അപ്പോൾ നല്ല കണ്ടന്റ് റിച്ച് ആയിട്ടുള്ള ഒരു സെഷൻ ആയിരുന്നു. നല്ല പ്രിപ്പറേഷൻസ് ഉണ്ടായിരുന്നു. ഇതിന്റെ ഭാഗമായിട്ട് തന്നെ എല്ലാവർക്കും വളരെ നല്ല രീതിയിൽ മനസ്സിലാക്കാൻ സാധിച്ചു എന്നുള്ളതാണ്. അപ്പോൾ സെഷൻ ലീഡ് ചെയ്ത നമ്മുടെ അനസ് സാർ ഈ ഒരു ചൈൽഡ് സൈക്കോളജിയിലൊക്കെ വിശേഷിച്ചും ഒരുപാട് ക്ലാസ്സുകളൊക്കെ എടുക്കുന്ന ഒരാളാണ്. അതേപോലെ തന്നെ പബ്ലിക് സ്പീക്കിംഗ് മേഖലയിലൊക്കെ വർക്ക് ചെയ്യുന്ന ഒരാളാണ്. അപ്പോൾ സാറിന്റെ എക്സ്പീരിയൻസ് ഒക്കെ ഇവിടെ ഷെയർ ചെയ്യാനൊക്കെ സാധിച്ചു. അതിലുള്ള സന്തോഷം അറിയിക്കുകയാണ്. അതേപോലെ തന്നെ ഇന്ന് ഇൻട്രോ പറഞ്ഞ നമ്മുടെ സീന മാം നമ്മുടെ 22nd ബാച്ചിൽ നിന്നാണ്. നമ്മളോട് നന്നായിട്ട് തന്നെ ഇൻട്രൊഡക്ഷൻ ഒക്കെ ഒന്ന് പറഞ്ഞു, എക്സ്പീരിയൻസ് ഒക്കെ ഒന്ന് ഷെയർ ചെയ്തു. അതേപോലെ എന്തായിരുന്നു? സോറി ഫോർ ഇന്ററപ്റ്റിംഗ്. സീന മാമിന്റെ ഇൻട്രോ നല്ല രീതിയിലായിരുന്നു. കുറച്ച് ഹിച്ചസ് ഉണ്ടായിരുന്നു ഇനീഷ്യലി, ബട്ട് ഷീ ഡിഡ് ഇറ്റ് വെൽ.
അതെ അതെ താങ്ക് യു എന്താ ഞാനത് ചെയ്തേ അടങ്ങൂ എന്നുള്ളതിൽ നിന്ന് ലാപ്ടോപ്പിൽ നിന്ന് മൊബൈലിലേക്ക് ഷിഫ്റ്റ് ചെയ്തു. അപ്പൊ ഞാൻ പറയാന്ന് വിചാരിച്ചിരിക്കായിരുന്നു. അപ്പൊ എന്നെ അനുവദിച്ചില്ല. അത് മൊബൈലിൽ പറയാം എന്ന് പറഞ്ഞു റെഡിയായി. ഓക്കെ, താങ്ക് യു സീന മാം. താങ്ക് യു അതേപോലെ സർ തന്നെ ആസ് യൂഷ്വൽ നമ്മുടെ പാർട്ടിസിപ്പൻസ് ട്രെയിനേഴ്സ് ടോക്കിൽ നിരന്തരം ദിനേന എന്നോണം വരുന്ന ഒത്തിരി ആളുകളുണ്ട്. വിശിഷ്ടം നമ്മുടെ വേണു സാറ്, ചന്ദ്ര മാം, ജാക്കബ് സാർ, അങ്ങനെ ഒത്തിരി ആളുകൾ, റൌഫ് സാർ തുടങ്ങിയിട്ടുള്ള പേരെടുത്ത് ഞാൻ പറയുന്നില്ല. എല്ലാവരും നിരന്തരമായിട്ട് വരുന്നു. അങ്ങോട്ടും ഇങ്ങോട്ടും പരസ്പരം എൻകറേജ് ചെയ്യുന്നു. നമ്മളെല്ലാവരും തുടക്കക്കാരാണ്, അങ്ങനെ വലിയ എക്സ്പേർട്ടുകളൊന്നും അല്ല. എല്ലാവരും തുടക്കക്കാരാണ്. നമ്മളൊക്കെ എന്തെങ്കിലുമൊക്കെ ജീവിതത്തിൽ എന്തെങ്കിലുമൊക്കെ പറയണം, ആകണം, മറ്റുള്ളവരിലേക്ക് നമുക്ക് എത്തണം എന്നൊക്കെ ആഗ്രഹിക്കുന്ന ആളുകളാണ്. അപ്പൊ ആ രീതിയിൽ തന്നെ അതിൻ്റെതായിട്ടുള്ള കുറവുകളും മികവുകളും ഒക്കെ നമുക്ക് എല്ലാവർക്കും ഉണ്ട്. അതൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും പറഞ്ഞ്, അങ്ങോട്ടും ഇങ്ങോട്ടും മനസ്സിലാക്കി, അങ്ങോട്ടും ഇങ്ങോട്ടും സപ്പോർട്ട് ചെയ്താണ് നമുക്ക് മുന്നോട്ട് പോകാൻ പറ്റുക. അത് ചെറുപ്പക്കാരായി കഴിഞ്ഞാലും അതല്ല കുറച്ച് പിന്നെ ഏജ് ആയ ആൾക്കാരായാലും എല്ലാവരും ഇവിടെ സമമാണ്. എല്ലാവരും ഒരേപോലെ തന്നെയാണ്. അങ്ങോട്ടും ഇങ്ങോട്ടും സപ്പോർട്ട് ചെയ്യുന്നു എന്നുള്ളതാണ് വളരെ പ്രാധാന്യം അറിയിക്കുന്നത്. പലപ്പോഴും എന്റെ റോളും അർച്ചനാവിന്റെ റോളുകളൊക്കെ എല്ലാവരും ഏറ്റെടുക്കാറുണ്ട്. അതൊക്കെ വലിയൊരു സന്തോഷമുള്ള കാര്യമാണ്. കാരണം പരസ്പരം മോട്ടിവേറ്റ് ചെയ്യുക, പരസ്പരം സപ്പോർട്ട് ചെയ്യുക, അതാണ് നമ്മുടെ ജീവിതത്തിൽ നമുക്ക് മറ്റുള്ളവർക്ക് നൽകാൻ പറ്റുന്ന ഒരു കാര്യം എന്ന് പറഞ്ഞാൽ. അപ്പോൾ മാക്സിമം നമുക്ക് ഇത്തരത്തിൽ ഒരു ഗിവ് ആൻഡ് ടേക്ക് അല്ലെ, നമുക്ക് എല്ലാവർക്കും അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ റെസ്പെക്ട് ചെയ്ത് കൊടുത്ത് വാങ്ങി നൽകി ഒക്കെ നമുക്ക് എന്ത് ചെയ്യാം, മുന്നോട്ട് പോകാം. ആ ഒരു പ്ലാറ്റ്ഫോമിനെ നിങ്ങൾ നന്നായിട്ട് യൂസ് ചെയ്യുന്നതിലും ഇഷ്ടപ്പെടുന്നതിലും ഒക്കെയുള്ള സന്തോഷം അറിയിക്കുകയാണ്. അപ്പോൾ ഇന്നത്തെ സെഷൻ നമ്മളിവിടെ വൈൻഡ് അപ്പ് ചെയ്യുന്നു. ഒരിക്കൽ കൂടി പങ്കെടുത്ത എല്ലാവർക്കും സന്തോഷങ്ങൾ, സ്നേഹങ്ങൾ. താങ്ക് യു സോ മച്ച്. ബൈ ബൈ. താങ്ക് യു. താങ്ക് യു Thank you. സർ Good night, താങ്ക് sir. യു